Good morning, everyone. Today we are going to start from next portion. So, yesterday we have completed what emergence of nationalism. So today we are going to start from foundations of formation of associations. So here I am sharing my screen. Yeah. Can you see my screen? Okay, done. So formation of association. അപ്പോൾ സംഘടനയുടെ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ സംഘടനകൾ. അപ്പോൾ സംഘടനകളുടെ രൂപീകരണം. A number of regional organizations came into existence at various parts of India as a result of this growing awakening. So we have studied ഒരു ഇന്ത്യൻസിന്റെ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ഒരു അവരെ ചേർത്ത് നിൽക്കാനുള്ള ഒരു ഊർജം ഉണ്ടാവുകയും സോ അതൊരു എവേക്കണിങ് അതൊരു ഉണർത്തലും ആയിരുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ there are several regional organizations came into place. അതായത് കുറെ സ്ഥലങ്ങളിൽ കുറെ സംഘടനകൾ പല ഭാഗത്തായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോ ചിലപ്പോ എഡ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തതാവാം, അല്ലെങ്കിൽ NGOs ആവാം. അതുപോലുള്ള പല സംഘടനകളും റീജിയണൽ വൈസിൽ, അതായത് പല സ്ഥലങ്ങളെയും ബേസ് ചെയ്ത് ഇങ്ങനെ വന്നു. മദ്രാസ് നാറ്റീവ് അസോസിയേഷൻ, പൂന സർവജനിക് സഭ ആൻഡ് ഇന്ത്യൻ അസോസിയേഷൻ വേർ ഫ്യൂ എമംഗ് ദം. അപ്പോൾ ഇതേപോലുള്ള മദ്രാസ് നാറ്റീവ് അസോസിയേഷൻ എന്താടാ? ഇന്ത്യൻ അവേക്കനിങ് എന്നല്ലേ? ആ, ഇന്ത്യൻ അസോസിയേഷൻ വേർ ഫ്യൂ എമംഗ് ദം. ഇവിടെ എഴുതിയിരിക്കുന്ന അവേക്കനിങ് എന്ന് ഒന്ന് വായിച്ചേ, ആ സെന്റൻസ് ഒന്ന് വായിച്ചേ, ടെക്സ്റ്റ് ഉള്ളത്. മദ്രാസ് നാറ്റീവ് അസോസിയേഷൻ, പൂന സർവജനിക് സഭ ആൻഡ് ഇന്ത്യൻ അവേക്കനിങ് എന്ന് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലൈൻ തെറ്റിയതായിരിക്കും. അത് കഴിഞ്ഞിട്ട് വായര്, ബാക്കി വായര്. പിന്നെ ഇത് അസോസിയേഷൻ വേറെ ന്യൂ എമംഗ് ദം എന്ന് എഴുതി. അതിന്റെ കൂടെ ഉള്ളതാണ് സാർ. അതൊക്കെ അത് ഇന്ത്യൻ അവാക്കനിങ്സ് അസോസിയേഷൻ. ഓക്കെ, മീനിങ് ഒന്നെന്ന് പറയാം. എന്നാലും ഒന്നുകിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ അസോസിയേഷൻ, ഇന്ത്യൻ അവാക്കനിങ് അസോസിയേഷൻ എന്നും ആവാം. ഇപ്പൊ ബാക്കിയുള്ളവരുടെ ടെക്സ്റ്റിൽ എങ്ങനെയാ? അശ്വിൻ, എങ്ങനെയാ ടെക്സ്റ്റ് ഉള്ളത്? എന്റെ ടെക്സ്റ്റിൽ ഇന്ത്യൻ അസോസിയേഷൻ തന്നെ. ഇന്ത്യൻ അസോസിയേഷൻ. ബാക്കിയുള്ളവരുടെയോ? അത് തന്നെ, ഇന്ത്യൻ അസോസിയേഷൻ എന്ന് തന്നെ അല്ലേ? അപ്പൊ അങ്ങനെയാണ് ജീവൻ. അവിടെ എന്തെങ്കിലും പ്രിന്റിംഗ് മിസ്റ്റേക്കോ എന്തെങ്കിലും വന്നതായിരിക്കും കേട്ടോ. അതിന് മുമ്പുള്ള സെന്റൻസിലല്ലേ? അതെ, അതിന് മുമ്പുള്ള ലൈൻ ഇങ്ങോട്ടൂടെ കയറി വന്നിട്ടുള്ളത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളേ കേട്ടോ ജീവൻ. അപ്പൊ ഫസ്റ്റത്തെ സെന്റൻസിൽ അതുപോലെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? ഓക്കെ, ഒരു കാര്യം ചെയ്യ്, നീ ആ പാരഗ്രാഫ് കംപ്ലീറ്റ്ലി ഒന്ന് വായിച്ചേ. A number of regional organizations came into existence at various parts of India as a result of this growing awakening. Madras Native Association, Pune Sarvajanik Sabha and Indian Awakening Association were a few among them. All these organizations gave priority to the regional problems. This necessitated forming of a national organization. Okay. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അതൊരു മിസ്റ്റേക്ക്. ആക്ച്വലി ഇന്ത്യൻ അസോസിയേഷൻ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് പിന്നീട് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ എന്നുള്ള ആ ഒരു പേരിലും അറിയപ്പെട്ടത്. അപ്പോൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ അസോസിയേഷൻ എന്ന് തന്നെ, അവേക്കനിങ് അസോസിയേഷൻ എന്നില്ല. അത് പ്രിന്റ് മിസ്റ്റേക്കാണ്. അത് കറക്റ്റ് ചെയ്തു. ഓക്കെ, സോ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ വേറെ ഫ്യൂ എമംഗ് ദം. അതായത് ഇപ്പോ നേറ്റീവ്, അതായത് ഓരോ സ്ഥലങ്ങളെ ബേസ് ചെയ്താണ് ഓരോ അസോസിയേഷൻ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ മദ്രാസ് ബേസ് ചെയ്ത് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന ബേസ് ചെയ്ത് പൂന സർവജനിക് സഭ, അടുത്ത് ഇന്ത്യൻ അസോസിയേഷൻ. അപ്പോൾ ഇതേപോലുള്ള ഓരോ അസോസിയേഷൻസ്
ഇന്ത്യയുടെ ഈ ഒരു അവാക്കനിങ്, അപ്പോൾ ഈ ഒരു സോഷ്യൽ റിഫോമിൽ ഏറ്റവും കൂടുതൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് വന്നതും അത്തരം ചേഞ്ചസ് ഉണ്ടാക്കിയതുമായിട്ടുള്ള ഓരോ സ്ഥലം ബേസ് ചെയ്ത്, ഓരോ നേറ്റീവ് പ്ലേസസ് ബേസ് ചെയ്ത് വന്നിട്ടുള്ള അസോസിയേഷൻസ് ആണ്. All these organizations gave priority to the regional problems. So we had a lot of regional problems at that time. So ഈ റീജിയണൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, അതായിരിക്കും ഈ അസോസിയേഷന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ബിക്കോസ് യൂണിറ്റി ഷുഡ് ബി ദർ. യൂണിറ്റി എവിടെ കൊണ്ടുവരണം. അപ്പൊ യൂണിറ്റി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ സ്വന്തം നാട്ടില് ആ ഒരു പ്രശ്നം എല്ലാം പരിഹരിക്കണം. സോ ഇതിപ്പോ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, അതായത് നമ്മുടെ ഒരു എന്താ പറയുന്നത്, ഒരു നാട് നന്നാവണമെന്നുണ്ടെങ്കിൽ നാട്ടുകാർ നന്നാവണം, നാട്ടുകാരെ നന്നാവണമെന്നുണ്ടെങ്കിൽ വീട്ടുകാർ നന്നാവണം, വീട്ടുകാർ നന്നാവണമെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നന്നാവണം. സോ ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം അവർ ഹോം. ദാറ്റ് മീൻസ് if you consider India, it should start from our society, our native issues. So നമ്മുടെ നേറ്റീവ് ഇഷ്യൂസ് സോൾവ് ചെയ്താൽ മാത്രമേ അത് കഴിഞ്ഞിട്ട് ഇന്ത്യ എന്നുള്ള ഒരു ബ്രോഡർ കൺസെപ്റ്റിൽ വരുമ്പോൾ നമുക്ക് അത് ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാനും യൂണിറ്റി ഷുഡ് ബി ഇംപ്ലിമെന്റഡ്. അപ്പൊ യൂണിറ്റി കൊണ്ടുവരാനും പറ്റത്തുള്ളൂ. ദിസ് നെസസിറ്റേറ്റ് ഫോമിങ് എ നാഷണൽ ഓർഗനൈസേഷൻ. അപ്പോ ഇത് ഈ ഒരു ദേശീയ തലത്തിൽ, അപ്പോൾ നാഷണൽ ലെവലില് ഒരു ഓർഗനൈസേഷൻ കൊണ്ടുവരേണ്ട ആവശ്യകത, നെസസിറ്റഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ആവശ്യകത ഉണ്ടായി. നാഷണൽ ലെവലില് ഒരു ഓർഗനൈസേഷൻ കൊണ്ടുവരാനായിട്ട് ഇതിന്റെ ആവശ്യകത ഉണ്ടായി. അപ്പോ ഇത്രയും ഡൗട്ട് ഉണ്ടോ? നോ സർ. ഓക്കെ. സോ സാർ, ഈ നേറ്റീവിന്റെ ഇംഗ്ലീഷ് എന്തോന്നാണ്? നേറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ പ്രാദേശികമായിട്ട്, അതായത് നമ്മുടെ ലോക്കലായിട്ട്, നമ്മുടെ സ്വന്തം നാട്, ആ നാട്ടിലുള്ള ആ ഒരു ഇത്, അതിനാണ് നേറ്റീവ്. നമ്മൾ ഇപ്പൊ ചോദിക്കില്ലേ നേറ്റീവ് പ്ലേസ് എവിടെയാ, അതായത് നമ്മുടെ സ്വന്തം സ്ഥലം എവിടെയാ. അപ്പോൾ ഈ ഒരു കുഞ്ഞ് ഏരിയ നമുക്ക് ഇന്ത്യ എന്ന് പറയാൻ പറ്റത്തില്ല, കേരളം എന്ന് പറയാൻ പറ്റത്തില്ല. ചില നേറ്റീവ് എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രം ജില്ലയിലെ ഇന്ന സ്ഥലം, കാട്ടാക്കട എന്ന സ്ഥലം, അല്ലെങ്കിൽ നെയ്യാറ്റിൻകര എന്ന സ്ഥലം, അങ്ങനെ പറയുന്നത് നേറ്റീവ് ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത് അപ്പോൾ ഫോർമേഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ അങ്ങനെ ആ ഒരു നാഷണൽ ലെവലിൽ നമുക്കൊരു ഓർഗനൈസേഷൻ വേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ വേണ്ടി വന്നു. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു ഫോം ചെയ്ത ഒന്നാണ് ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഈ കോൺഗ്രസ് പാർട്ടി. അത് തന്നെ 72 representatives of various organizations across India assembled in the vast auditorium of Tejpal Sanskrit College, Bombay on 28 December 1885. So 72 representatives of various organizations across India. Appo we have studied there are a lot of native organizations in everywhere in India. So അത്തരത്തിലുള്ള ആ ഓർഗനൈസേഷനിൽ നിന്ന് 72 members represented their organization. അവരുടെ ആ ഒരു ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി അസംബ്ലി ഇൻ ദ വാസ്റ്റ് ഓഡിറ്റോറിയം ഓഫ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ്. തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ്, മുംബൈയിലുള്ള തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിലെ ഓഡിറ്റോറിയത്തില് ഇവരെല്ലാരും ഒരുമിച്ച് കൂടി ഓൺ 28 December 1885. Dates are very important. You should study that. അപ്പോൾ ഈ 28 ഡിസംബറിൽ അവര് അവിടെ ഒത്തൊരുമിച്ചു. They were diverse attire, religion and language. അപ്പോൾ അവരുടെ അറ്റയർ, അതായത് വേഷവിധാനങ്ങൾ പലതായിരുന്നു. ബിക്കോസ് ദേ കെയിം ഫ്രം ഓൾ ഓവർ ഇന്ത്യ. അപ്പോൾ അവരുടെ വേഷവിധാനം വളരെ വ്യത്യാസമായിരുന്നു. റിലീജിയൻ, അവരുടെ മതം ഭയങ്കര വ്യത്യാസമായിരുന്നു. ലാംഗ്വേജ്, അപ്പോൾ പല പല സ്ഥലത്തുനിന്ന് വന്നവരായതുകൊണ്ട് ലാംഗ്വേജ് ടോട്ടലി വ്യത്യാസമായിരുന്നു. W.C. Banerjee presided over this meeting initiated by the former British civil servant A.O. Hume. The Indian National Congress was formed in this meeting. Okay. അപ്പോൾ ഈ ഒരു മീറ്റിംഗിൽ, ഈ 28 ഡിസംബർ 1885 കൊണ്ടുവന്ന നടത്തിയ ഈ ഒരു മീറ്റിംഗിൽ W.C. ബാനർജി ആയിരുന്നു പ്രസിഡന്റ് ആയിട്ട് ഇരുന്നത്. പ്രിസൈഡഡ് ഓവർ ദിസ് മീറ്റിംഗ്. അപ്പോൾ പ്രസിഡന്റ് ആയിട്ട് ആ മീറ്റിംഗ് അവിടെ കണ്ടക്ട് ചെയ്തത്, അവിടെ ആ ഒരു പ്രസിഡന്റ് പദവിയിൽ ഇരുന്നത് W.C. ബാനർജി ആണ്. ആൻഡ് ഇനിഷ്യേറ്റഡ് ബൈ ദ ഫോർമർ ബ്രിട്ടീഷ് സിവിൽ സർവന്റ്. അപ്പോൾ
ഈ എ.ഒ. ഹ്യൂം എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സിവിൽ സർവന്റ് ആണ്. അപ്പോ ഈ ബ്രിട്ടീഷ് സിവിൽ സർവന്റ് ആയ എ.ഒ. ഹ്യൂം ആണ് ഈ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാനായിട്ട് ആഹ്വാനം ചെയ്തത്. അപ്പൊ ആഹ്വാനം ചെയ്യുക മാത്രമല്ല, അത് വിളിച്ചു കൂട്ടാനായിട്ട് ഒരു തീരുമാനം എടുക്കുകയും വിളിച്ചു കൂട്ടുകയും ചെയ്തത് ഇത് എ.ഒ. ഹ്യൂം എന്ന് പറയുന്ന ബ്രിട്ടീഷ് സിവിൽ സർവന്റ് ആണ്, ഫോർമൽ ബ്രിട്ടീഷ് സിവിൽ സർവന്റ് ആണ്. അത് മാത്രമല്ല, അതിന്റെ പ്രസിഡന്റ് പദവിയിൽ ആ സമയത്ത് ഇരുന്നത് W.C. ബാനർജി ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ് ഇൻ ദിസ് മീറ്റിംഗ്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു മീറ്റിംഗിലൂടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നത് അവിടെ സ്ഥാപിക്കപ്പെട്ടത്. ഇപ്പോ നിങ്ങൾ ജസ്റ്റ് അതിനൊരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ കോൺഗ്രസ് പാർട്ടി അറിയുന്നത് ദ അംബ്രല്ല പാർട്ടി എന്നാണ്. അംബ്രല്ല പാർട്ടി എന്ന് പറയുമ്പോൾ അത് എല്ലാ പാർട്ടീസും, അത് കുറെ പാർട്ടീസ് അതിന്റെ അണ്ടറിലുണ്ട്, അല്ലാതെ ഒരു സിംഗിൾ പാർട്ടി അല്ല. നമ്മളിപ്പോ കേരളത്തിൽ നോക്കണമെങ്കിൽ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് നോക്കണമെങ്കിൽ CPM CPIM അത്ര തന്നെയാണ്. അതായത് അവരുടെ ആ ഒരു ഒറ്റ ഇതിലാണ് പോകുന്നത്. പക്ഷെ കോൺഗ്രസിന് നോക്കുകയാണെങ്കിലോ, കോൺഗ്രസിന്റെ ചിലപ്പോൾ മാണി ഗ്രൂപ്പ്, അടുത്ത് വേറെ ഏതൊക്കെയോ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, ഉമ്മൻചാണ്ടി ഗ്രൂപ്പ്, അതുപോലെ കുറെ ഗ്രൂപ്പ് ഉണ്ട്. അത് മാത്രമല്ല, അടുത്ത് മുസ്ലിം ലീഗ്, അതുപോലെ കുറെ പാർട്ടീസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നേറ്റീവ്ലി, അതായത് നമ്മുടെ ഓരോ സ്റ്റേറ്റ് എടുത്ത് നോക്കുമ്പോഴും അവിടെ ഇതേപോലെ ഓരോ പാർട്ടീസ് അല്ലെങ്കിൽ കുറെ പാർട്ടീസ് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു നാഷണൽ ലെവലിൽ നോക്കുമ്പോൾ അതൊരു അംബ്രല്ല പാർട്ടി. അപ്പോൾ ഒരു കുടക്കീഴിൽ നിൽക്കുന്ന കുറെ പാർട്ടികൾ അതിനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പരസ്പരം അടിയുള്ളത്, തല്ലുപിടുത്തം ഉള്ളത്. എന്നാലും ഓക്കെ, നമുക്കത് വേണ്ട. ഓക്കെ, അപ്പോ ആ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ആ ഒരു അംബ്രല്ല പാർട്ടി. അപ്പൊ ഇപ്പോ ഫസ്റ്റ് തുടക്കം തന്നെ നോക്കിയേ, the 72 representatives from various organizations, from various places, from various religion, from various linguistic manner and വേരിയസ് അറ്റയർ. അപ്പോ അവർ പല സ്ഥലത്തുനിന്ന് വന്നവർ ഒരുമിച്ച് കൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ആ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. അപ്പോ അതിന്റെ ഒരു ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് നോക്കിക്കോ. അപ്പോ from the speech at the first meeting, we desire that the administration of India should be further modernized and we be made a part of it. അപ്പോ അതില് W.C. ബാനർജി പറഞ്ഞതാണ് വി ഡിസയർ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യ ഷുഡ് ബി ഫർദർ മോഡേണൈസ്ഡ്. അപ്പോൾ നമ്മുടെ ആ ഒരു അഡ്മിനിസ്ട്രേഷനും, അതായത് ഭരണ സംവിധാനവും എല്ലാം അത് വളരെ മോഡേൺ രീതിയിലുള്ളത് ആവണം. അപ്പോൾ അതിനെ പരിഷ്കരിക്കണം. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അത് പരിഷ്കരിച്ച് ഒരു പഴയ കാല ചിന്തയിൽ നിന്ന് പുതിയ കാല ചിന്ത അതിലൊന്ന് ഉണ്ടാവണം. ആൻഡ് വി ഷുഡ് ബി പാർട്ട് ഓഫ് ഇറ്റ്. നമ്മളും അതിൽ പങ്കാളികളാവണം. അപ്പൊ അതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അങ്ങനെയാണ്, ആ ഒരു തോട്ടിലാണ് ഈ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത്. മനസ്സിലായോ? Yes, sir. So the major aims of the Indian National Congress were, അപ്പോൾ അവരുടെ മെയിൻ അജണ്ട അല്ലെങ്കിൽ അവരുടെ എയിം എന്ന് പറയുന്നത് promote fellow feeling among the volunteers from different parts of the country. അപ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ എല്ലാവരും ഒരു ഫെലോ ഫീലിംഗ്, അതായത് അവര് ഒറ്റ ഫാമിലിയിലുള്ളത്, അല്ലെങ്കിൽ അവർ കൂട്ടുകാരാണ്, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് എന്നുള്ള ആ ഒരു യൂണിറ്റി ഫീലിംഗ് കൊണ്ടുവരിക. അതിനാണ് ഫെലോ ഫീലിംഗ് എന്ന് പറയുക. അപ്പോൾ ആ ഒരു ഫെലോ ഫീലിംഗ്, അവർ യൂണിറ്റി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു നമ്മുടെ അവരുടെ ഫസ്റ്റത്തെ ഒരു അജണ്ട, അല്ലെങ്കിൽ അവരുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. To develop a national spirit beyond the religious, caste and regional loyalties. അപ്പോൾ നാഷണൽ സ്പിരിറ്റ് നമ്മൾ എല്ലാം പഠിച്ചു. കൂടുതലും അവരുടെ എയിം എന്ന് പറയുന്നത് നാഷണൽ സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മുടെ കാസ്റ്റ്, റിലീജിയൻ, ഇതിനെല്ലാം ഉപരിയായിട്ട് നാഷണലിസം, അല്ലെങ്കിൽ നമ്മളൊരു ഇന്ത്യൻ എന്നുള്ള ആ ഒരു തോട്ട് നമുക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ആ ഒരു ദേശീയ ബോധം. നാഷണലിസം എന്നുള്ള ആ ഒരു തോട്ട് കൊണ്ടുവരികയാണ് നമ്മുടെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നത്. To bring
the problems of Indians to the notice of authorities. അപ്പോ ആ സമയത്ത് ഈ ലീഡേഴ്സ്, അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലമാണ്. അപ്പോൾ ആ ലീഡേഴ്സിന് നമുക്ക് നമ്മുടെ ഇഷ്യൂസ് അറിയിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവർക്കും പേടിയാണ്. കാര്യം അവർ നിൽക്കുന്നുണ്ടോ, തോക്കും പിടിച്ചും കൊണ്ടാണ് നിൽക്കുന്നത്. ചിലപ്പോൾ വല്ലതും പറയാൻ പോകുമ്പോഴായിരിക്കും അവർ വെടിവെച്ചിടുന്നത്. അപ്പോൾ അതൊരു പേടിയായിരിക്കും. അപ്പോൾ the leaders, they should create some leaders to notice their problems to authorities. അപ്പോൾ അവരുടെ ആ ഒരു പ്രോബ്ലംസ് അവരെ നോട്ടീസ് ചെയ്യിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ധരിപ്പിക്കാനായിട്ട്, അതോറിറ്റീസിന്റെ അടുത്ത് ധരിപ്പിക്കാനായിട്ട് ഒരു ഇന്ത്യൻസിനെ ഇത് എന്താ പറയുന്ന അവരെ പ്രചോദനപ്പെടുത്തുക. അത്തരത്തിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്നത്. With the formation of the Indian National Congress, the agitations against the British attained a organized nature. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? അവിടെ ഈ ബ്രിട്ടീഷിനെതിരായിട്ടുള്ള ആന്റി ബ്രിട്ടീഷ് അജിറ്റേഷൻസ്, അത് ആന്റി ബ്രിട്ടീഷ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷിനെതിരായിട്ടുള്ള ഇഷ്യൂസ് അവിടെ വളർന്നു വന്നു. അത് മാത്രമല്ല, അജിറ്റേഷൻസ്, അവിടെ കലാപങ്ങളും കാര്യങ്ങളും ഇത് അവര് ഓർഗനൈസേഷൻ മാനറിൽ, അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് മാനറിൽ, നമുക്ക് മുമ്പ് പഠിച്ചു, ഒരു ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിൽ ഒരു പ്രോപ്പർ ഓർഗനൈസേഷൻ ഇല്ലായിരുന്നു. അതായത് ഇന്ത്യയുടെ ആ ഒരു എല്ലാവരും ഒത്തൊരുമ ഇല്ലാത്തതായിരുന്നു പലതിനും ഇന്ത്യക്ക് തോൽവിയായിരുന്നത്. പക്ഷെ അത് മാറ്റിയിട്ട് ഒരു ഓർഗനൈസ്ഡ് മാനറിൽ, അപ്പോൾ ഈ പ്രത്യേകിച്ച് പല പല ഓർഗനൈസേഷൻ ഫോം ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നു. അപ്പോൾ അതൊരു പ്രോപ്പർ ഓർഗനൈസേഷൻ അണ്ടർ എ പർട്ടിക്കുലർ ലീഡർ. അപ്പോൾ ആ ലീഡറിന്റെ ഒരു പ്രോപ്പർ കീഴിൽ ഒരു പ്രോപ്പറായിട്ട് ബ്രിട്ടീഷിനെതിരെ ആഞ്ഞടിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. ലോയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തോന്നു? ലോയൽറ്റി എന്ന് പറയുമ്പോ എന്താ പറയുന്നത്, ആ ഒരു റീജിയണൽ എന്താ പറയുന്നത്, ഒരു ലോയൽറ്റി ഒരു ചിന്ത, ഇവിടെ പറയുന്ന ആ ഒരു ചിന്തകളാണ്. അപ്പൊ അതായത് റിലീജിയസ് എന്ന് പറയുന്ന ഒരു തോട്ടാവാം, ഒരു തോട്ടിനെ ഇവിടെ പറയാം. റിലീജിയസ്, കാസ്റ്റ്, റീജിയണൽ തോട്ട്സ്. അപ്പൊ എന്താ പറയുന്നത്, നമ്മുടെ നാട്ടില് പറയത്തില്ലേ, ഈ ഒരു ജാതിയിലുള്ളവർക്ക് മാത്രം, അല്ലെ കാസ്റ്റ്, ഒരു റിലീജിയൻ, മതത്തിലുള്ളവർക്ക് മാത്രം എന്നുള്ള ആ ഒരു ഇതിന് എതിരായിട്ട്, ആ ഒരു ഇതിനും മുകളിലായിട്ട് ഇന്ത്യ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരിക. അപ്പോൾ ആ ഒരു തോട്ടിനെയാണ് ലോയൽറ്റീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മള് എവിടെ എത്തിയേ? Such organized agitations against the British power can be called the national movement. അപ്പോൾ അത്തരം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കലാപങ്ങൾ, അല്ലെങ്കിൽ കലാപങ്ങൾ എന്ന് മാത്രമല്ല, അവർക്കെതിരെയുള്ള ആ ഒരു പ്രക്ഷോഭങ്ങൾ, അല്ലെങ്കിൽ അവർക്കെതിരെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ അത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ ബ്രിട്ടീഷ് പവർ ക്യാൻ ബി കോൾഡ് ദ നാഷണൽ മൂവ്മെന്റ്. അപ്പോൾ അതിനെ നമുക്ക് ഒരു നാഷണൽ മൂവ്മെന്റ്, അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള ഒരു ദേശീയ പ്രസ്ഥാനം, നാഷണൽ മൂവ്മെന്റ്, അല്ലെങ്കിൽ നാഷണലി ഒരു അജിറ്റേഷൻ, അപ്പോൾ അവർക്കെതിരായിട്ട് ഒരു നീക്കത്തിന് നമുക്ക് സാധിക്കും. അതും ഇൻ ആൻ ഓർഗനൈസ്ഡ് മാനർ. Based on the style and strategies of the agitations, the national movement can be divided into phases. അപ്പോൾ അത്തരത്തില് നമ്മുടെ സമര രീതികൾ, സ്റ്റൈൽ ആൻഡ് സ്ട്രാറ്റജി, സമര രീതികളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ ദേശീയ പ്രസ്ഥാനത്തിൽ, നാഷണൽ മൂവ്മെന്റ്സിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. The period of moderate nationalism, the period of extreme nationalism and Gandhian era. അപ്പോൾ അതായത് ഈ മോഡറേറ്റ് നാഷണലിസം എന്ന് പറയുമ്പോൾ ലൈക്ക് ഒരു എന്താ പറയുന്നത്, ഒരു നോട്ട് എക്സ്ട്രീം, അതായത് അങ്ങ് അറ്റത്തൊരു മൂവ്മെന്റ് അല്ല, ഒരു മീഡിയം ലെവലിൽ നിന്നും കൊണ്ടുള്ള അവരുടെ ആ ഒരു നീക്കം, അതൊന്ന്. അടുത്ത് പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം. അപ്പോൾ ആ നാഷണലിസം എന്നുള്ള ആ ഒരു തോട്ട്
മനസ്സിൽ ഭയങ്കരമായിട്ട് കൂടി വരുമ്പോൾ അങ്ങേ അറ്റത് ആ ഒരു എക്സ്ട്രീം ലെവലിൽ നമ്മൾ നിന്ന് പോരാടൂലേ, അത്തരത്തിലുള്ള ഒരു പോരാട്ടം, അതാണ് എക്സ്ട്രീം നാഷണലിസം. അത് കഴിഞ്ഞിട്ട് ഗാന്ധിയൻ ഇറ, അത് കഴിഞ്ഞ് ഗാന്ധിയുടെ കാലഘട്ടം, അതെന്ന് പറയുന്നത് നോൺ വയലൻസും കാര്യങ്ങളെല്ലാം കൂടെ വന്ന ആ ഒരു ഇറ. അങ്ങനെ ഒരു 3 ഇറയായിട്ട് അല്ലെങ്കിൽ 3 ഫേസസ് ആയിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. The period from 1885 to 1905 was of moderate nationalism. അപ്പോൾ 1885 മുതൽ 1905 വരെ ഒരു മോഡറേറ്റ് നാഷണലിസം ആയിരുന്നു. അതായത് ഒരു 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 മീഡിയം ലെവലിൽ ഫോക്കസ് ചെയ്തും കൊണ്ടുള്ള ആ ഒരു ഇത്. അപ്പോൾ അത് എന്ന് പറയുന്നത് 1885 to 1905. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്ത വർഷം ഏതാ? ഏത് വർഷത്തെ അവരുടെ ആ ഒരു മീറ്റിംഗ് നടന്നത്? 1885 December 28. അപ്പോ ആ ഒരു 85 മുതൽ തന്നെയാണ് ഈ ഒരു മോഡറേറ്റ് നാഷണലിസത്തിന് നമ്മൾ തുടക്കം കുറിച്ചത്. അപ്പൊ ആദ്യമേ നമുക്ക് കയറിയിട്ട് ഇതിലേക്ക് ബ്രിട്ടീഷ് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടിയുണ്ടാക്കാൻ പറ്റുമോ? ജസ്റ്റ് എല്ലാത്തിനും അതിൻ്റെതായ ഒരു വഴിയുണ്ടല്ലോ. ഓരോ സ്റ്റെപ്പ് നമ്മൾ കയറിയാൽ മാത്രമേ അത് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പൊ ആദ്യം അവർ ചെയ്ത് ആ ഒരു മോഡറേറ്റ് ലെവലിൽ ആദ്യം ഒന്ന് പാർട്ടി ആ ഒരു അസോസിയേഷൻ പ്രോപ്പറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് കഴിഞ്ഞതിന് ശേഷം മുമ്പിലോട്ട് പോകുക, അതായിരുന്നു അവരുടെ എയിം. ഓക്കെ, അപ്പോ the leaders of this period were English educated. അപ്പോൾ ആ സമയത്തുള്ള ലീഡേഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കിട്ടിയവരായിരുന്നു. അവരെന്ന് പറയുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നവരായിരുന്നു ആ സമയത്തുള്ള ലീഡേഴ്സ്. ദ പ്രൊമിനന്റ് among them were ദാദാഭായ് നവറോജി, ഗോപാൽ കൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ ത്യാബ്ജി ആൻഡ് ഫിറോസ് ഷാ മേത്ത. ഫിറോസ് ഷാ മേത്ത, ദാദാഭായ് നവറോജി, ഗോപാൽ കൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ ത്യാബി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ലീഡേഴ്സ്. അപ്പൊ എവരായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട ലീഡേഴ്സ് എന്ന് പറയുന്നത്? അവരെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടിയിട്ടുള്ളവരായിരുന്നു. ഈ സമയത്ത് ഈ ഒരു 1885 to 1905 വരെ ഈ മോഡറേറ്റ് നാഷണലിസത്തിന് എന്താ പറയുന്ന ഫോക്കസ് ചെയ്തിരുന്നത് ഇവർ ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്താ സൗണ്ട് കേൾക്കണം? ആരെങ്കിലും ഓക്കെ, അപ്പോ their policy was to bring the common problems and demands to the notice of the British government by means of petitions, resolutions and protests. അപ്പോൾ ഇവരുടെ ആ ഒരു മെയിൻ അജണ്ട അല്ലെങ്കിൽ ഇവരുടെ ഒരു പോളിസി എന്തെന്ന് വെച്ചാൽ അവർക്ക് നമ്മുടെ പ്രോബ്ലംസ്, ഇന്ത്യൻസിന്റെ കോമൺ പ്രോബ്ലംസ് അവരിലെത്തിക്കുക ആൻഡ് ടു ഗവൺമെന്റ് ബൈ മീൻസ് ഓഫ് പെറ്റീഷൻസ്. അപ്പോൾ അത് ചില പരാതികളായിട്ടായിരിക്കാം, പെറ്റീഷൻസ് ആയിട്ടായിരിക്കാം, റെസൊല്യൂഷൻസ് ആയിട്ടായിരിക്കാം, അവർക്ക് എന്താ പറയുന്ന ഈ പ്രമേയങ്ങളായിട്ടായിരിക്കാം, അല്ല എങ്കിൽ പ്രൊട്ടസ്റ്റ്. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ അവർക്കെതിരെ നിൽക്കുന്ന ആ ഒരു പ്രതിഷേധങ്ങൾ, അപ്പൊ ഇതൊക്കെ ആയിട്ടായിരിക്കും ഇവര് ആ ഒരു അവരുടെ അടുത്ത്, നമ്മുടെ ബ്രിട്ടീഷിന്റെ അടുത്ത് നമ്മുടെ ഇഷ്യൂസും ഈ കോമൺ മാൻ്റെ ഇഷ്യൂസ് എല്ലാം അറിയിച്ചിരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ അറിയിക്കാനായിട്ട് ഇവരിത് തീരുമാനിച്ചത് അല്ലെങ്കിൽ ഫോം ചെയ്തത്. Unfortunately, the British officials did not properly consider them. അപ്പോ പക്ഷെ എന്ത് സംഭവിച്ചു? ഇങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തു, അടുത്ത് ലീഡേഴ്സ് എല്ലാമായി ഇതെല്ലാം ചെയ്തു, പക്ഷേ ബ്രിട്ടീഷ് ഓഫീഷ്യൽസ് ഡിഡ് നോട്ട് പ്രോപ്പർലി കൺസിഡർ ദം. അവരെ കൺസിഡർ ചെയ്തില്ല, അല്ലെങ്കിൽ അവരെ പറയുന്നതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അവർ പരിഗണിക്കാനോ ശ്രമിച്ചില്ല. കൺസിഡർ മീൻസ് പരിഗണിക്കുക. അപ്പോൾ പരിഗണിക്കാനോ ഒന്നും അവര് തയ്യാറായില്ല. ഇവരുടെയൊക്കെ ഫോട്ടോസ് ഒക്കെ കിടപ്പുണ്ട്, ജസ്റ്റ് നോക്കിയൊക്കെ വെച്ചോ, ആവശ്യം വരും. These leaders studied the root cause of the poverty in British India and these studies formed the ideological base for the national movement. അപ്പോൾ അവർ പ്രധാനമായിട്ട് ചെയ്തത് ഈ റൂട്ട് കോസ് ഓഫ് ദ പോവർട്ടി. അപ്പോൾ ഈ പോവർട്ടിയുടെ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ ഏറ്റവും റൂട്ട് കോസ്, ഏറ്റവും താഴെത്തട്ടില് എന്തുകൊണ്ടാണ് ഈ ഒരു പോവർട്ടി ഉണ്ടാവാനുള്ള കാരണം,
അത് അത് ആ ഒരു സ്റ്റഡീസ്, അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവരൊരു ഈ നാഷണൽ മൂവ്മെന്റ്സ് എല്ലാം നടത്തിയത്, അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ ബേസ്. അപ്പോൾ അവരുടെ ആ ഒരു ഐഡിയ എന്ന് പറയുന്നത്, ഈ നാഷണൽ മൂവ്മെന്റിന്റെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ബേസ് ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു എലിവേഷൻ ഓഫ് പോവർട്ടി എന്നുള്ളത്. അപ്പോൾ അതായത് ഈ പോവർട്ടിക്ക് എതിരെ, പോവർട്ടി എന്തുകൊണ്ടുണ്ടായി എന്നുള്ള ആ ഒരു തോട്ടാണ് അവർക്ക് ഈ ഒരു നാഷണൽ മൂവ്മെന്റ് ഉണ്ടാക്കാൻ കാരണമായത്. അപ്പോൾ ഇതായിരുന്നു. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറയുന്നത് ഈ മോഡറേറ്റ് നാഷണലിസം. ആ മോഡറേറ്റ് നാഷണലിസം എന്ന് പറയുമ്പോൾ 1885 to 1905. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെയായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത, അപ്പോൾ ഇതില് ഉള്ള ട്രെയിൻ തിയറി. ട്രെയിൻ മീൻസ് ട്രെയിൻ എന്ന് പറയുമ്പോൾ ചോർച്ച തിയറി. അപ്പൊ തിയറിക്ക് എന്ന് പറയുന്നത് ചോർച്ച സിദ്ധാന്തം എന്ന് പറയാം. Drain theory is the major contribution of Dadabhai Naoroji. ഈ ട്രെയിൻ തിയറി എന്ന് പറയുന്നത് ഈ ദാദാബായ് നവറോജിയുടെ കൺസെപ്റ്റ് ആയിരുന്നു. There was a drain of wealth from India to England during colonial rule. അപ്പോൾ കൊളോണിയൽ റൂൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ബ്രിട്ടീഷ് ഭരണകാലം. അഥവാ നിങ്ങൾക്ക് എന്റെ സൗണ്ട് കേൾക്കുന്നില്ല, ഇവിടുത്തെ അനൗൺസ്മെന്റിന്റെ സൗണ്ട് ആണ് കേൾക്കുന്നതെങ്കിൽ എന്നോട് ജസ്റ്റ് പറയണേ, കാര്യം ഒരു അനൗൺസ്മെന്റ് വരുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞ. ഓക്കെ, അപ്പോൾ ഈ ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡ്രെയിൻ ഓഫ് വെൽത്ത്, നമ്മുടെ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പത്ത് ഡ്രെയിൻ ഫ്രം ഇന്ത്യ ടു ഇംഗ്ലണ്ട്. അപ്പൊ ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് അവര് ഊറ്റിക്കൊണ്ട് പോയി, അല്ലെങ്കിൽ അവർ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി എപ്പോൾ? ഈ കൊളോണിയൽ റൂൾ. അപ്പൊ ഇവരുടെ ഈ ഒരു ഭരണകാലത്ത് അങ്ങനെ കൊണ്ടുപോയതിനെയാണ് ഈ ട്രെയിൻ തിയറി എന്ന് ഈ ദാദാബായ് നവറോജി വിശേഷിപ്പിച്ചത്. ഇറ്റ് വാസ് മെയിൻലി ഇൻ ദ ഫോം ഓഫ് സാലറി. അപ്പോ അവർ കൂടുതലും സാലറി എന്ന് പറയുന്ന ഈ ഒരു ഫോമിൽ അവർക്കുള്ള ശമ്പളം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഇവിടെ നിന്നുള്ള പൈസയും സമ്പത്തും എല്ലാം അവർ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്. സാലറി, ടാക്സസ് ആൻഡ് ഗിഫ്റ്റ്. വെയിറ്റ് ചെയ്തോ, ഞാന് ഓക്കെ. അപ്പോ ഈ ഒരു കൊളോണിയൽ പീരീഡിൽ അല്ലെ കൊളോണിയൽ റൂളില് ഇന്ത്യൻ വെൽത്ത് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി, അവർ അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Because in the form of salary, taxes and gifts. So they started collecting taxes from various places. അപ്പോൾ ഇത് ഈ ഒരു ടാക്സസ് ആയിട്ടും അവർക്കുള്ള സമ്മാനങ്ങളായിട്ടും ഇന്ത്യക്കാരിൽ നിന്ന് ബ്രിട്ടീഷ് റൂളേഴ്സ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് അതോറിറ്റീസ് എല്ലാം കൈക്കലാക്കി കൊണ്ടുപോയി. അപ്പോൾ അതായിരുന്നു ആ ഒരു വെൽത്ത് നഷ്ടപ്പെടാനുണ്ടായിരുന്ന കാരണം. He proved that the economic drain under the British rule is the root cause of poverty in India. അപ്പോൾ he proved that അദ്ദേഹം സ്ഥാപിച്ചു എന്ത്? The economic drain under the British rule is the root cause of poverty. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച കാര്യമാണ്. അപ്പോൾ ഇത്തരത്തില് നമ്മുടെ പാവപ്പെട്ട ജനങ്ങളിലെ വരെ കഷ്ടപ്പെടുത്തി അവർ പൈസ എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നതാണ് ഈ ഒരു പോവർട്ടിക്കുള്ള ഏറ്റവും വലിയ കാരണം എന്ന് നമ്മുടെ ദാദാബായ് നവറോജി സമർത്ഥിച്ചു, അല്ലെങ്കിൽ കണ്ടുപിടിച്ചു. മനസ്സിലായോ? അപ്പോൾ ഇതായിരുന്നു നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ഈ ഒരു റൂട്ട് കോസ്, അപ്പോൾ ഈ ഒരു റൂട്ട് കോസ് കണ്ടുപിടിക്കുകയായിരുന്നു, പോവർട്ടിക്ക് കാരണമായ റൂട്ട് കോസ് കണ്ടുപിടിക്കുകയായിരുന്നു. അതായിരുന്നു ഈ നാഷണൽ മൂവ്മെന്റിന്റെ ആ ഒരു തോട്ട്. അപ്പോൾ അതിലെന്ന് മനസ്സിലായി ബ്രിട്ടീഷ് റൂൾ അല്ലെങ്കിൽ ബ്രിട്ടീഷ് റൂൾ കാരണം അവര് ഈ ഒരു സാലറി ഇൻ ദ ഫോം ഓഫ് സാലറി, ടാക്സ് ആൻഡ് ഗിഫ്റ്റ്സ്, they have collected lot of wealth from our country and they have looted means ഓക്കെ, ഇത് ഈ ഒരു ലൂട്ടഡ് ആയിട്ടുള്ള ലൂട്ടഡ് മീൻസ് അവർ അടിച്ചു മാറ്റി കൊണ്ടുപോകുക. അപ്പോൾ ലൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഇൻ ദ ഫോം ഓഫ് സാലറി, ടാക്സസ് ആൻഡ് ഗിഫ്റ്റ്, അത് കാരണം ഈ പോവർട്ടി ധാരാളമായിട്ട് ഉണ്ടായി, ഇന്ത്യയില് പോവർട്ടി ഉണ്ടാവാനുള്ള കാരണം ആയി. അപ്പൊ അതാണ് ഈ ഒരു നാഷണൽ മൂവ്മെന്റിന്റെ ഒരു ഐഡിയോളജിക്കൽ ബേസ്, അല്ലെങ്കിൽ ആ ഒരു തോട്ട്, ഒരു ബേസിക് തോട്ട് എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോ അടുത്തതിലേക്ക് പോവാം. ഓക്കെ, പാർട്ടീഷൻ ഓഫ് ബംഗാൾ. അപ്പോ ബംഗാൾ വിഭജനം, ബംഗാളിനെ വിഭജിച്ച്
The seat of the British government in India was Bengal. അപ്പോ ഇന്ത്യയിലെ ബംഗാൾ ആയിരുന്നു ഇന്ത്യയിൽ ബംഗാൾ ആയിരുന്നു നമ്മുടെ ബ്രിട്ടീഷ് ഭരണം നടത്തിയിരുന്നത്. അതായത് അവരാദ്യം ബംഗാൾ ആയിരുന്നു. അവരുടെ ആ ഒരു 1773 തൊട്ടുള്ള ആ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ബംഗാൾ ആയിരുന്നു അവരുടെ ഫസ്റ്റത്തെ ആ ഒരു മേജർ ഏരിയ അവർ പിടിച്ചെടുത്തതും, അല്ലെങ്കിൽ അവിടെ നിന്നായിരുന്നു അവരുടെ ഭരണം അത്രയും അവർ നടത്തിക്കൊണ്ട് ഇരുന്നത്. പീപ്പിൾ ഓഫ് ബംഗാൾ ഹാഡ് ബീൻ ലിവിങ് ലൈക്ക് ബ്രദേഴ്സ്. അപ്പോൾ അവിടെ ഉള്ള ആൾക്കാരാണെങ്കിലോ, ഈ ബംഗാളിലുള്ള ആൾക്കാര് ലിവിങ് ലൈക്ക് ബ്രദേഴ്സ്, അവർ സഹോദരന്മാരെ പോലെ ആയിരുന്നു ജീവിച്ചിരുന്നത്. They had been carrying out various activities against the policies of British government. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയങ്ങളെ എതിർക്കുന്ന രീതിയിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ അവര് നടത്തിയിരുന്നു. അപ്പോൾ ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയങ്ങൾ, സോ ഈ ഒരു ബ്രിട്ടീഷ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച പോലെ എഗെയിൻസ്റ്റ് വീവേഴ്സ്, എഗെയിൻസ്റ്റ് ട്രൈബൽസ്, അങ്ങനെ എഗെയിൻസ്റ്റ് ഫാമേഴ്സ്, അങ്ങനെ അവരെല്ലാം വിഷമിപ്പിച്ചുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരെല്ലാം ദ്രോഹിച്ചുകൊണ്ടായിരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ്, അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആ പോളിസീസും അത്തരത്തിലുള്ള ആക്ടിവിറ്റീസും എല്ലാം അവർക്ക് എതിർക്കാനായിട്ടുള്ള കാരണമായി. കാരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് അവരുടെ പോളിസീസ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ആയിരുന്നു. In 1904, the Secretary of Home Affairs rightly observed, Bengal united is power. Bengal divided will pull several different ways. അപ്പോൾ ആ സമയത്ത് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് 1904 സെക്രട്ടറി ഓഫ് ഹോം അഫയേഴ്സ്. അപ്പോൾ അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു റൈസ്ലി എന്ന് പറയുക, റിസ്ലെ എന്ന പ്രോപ്പർ പ്രൊണൗൺസിയേഷൻ കൊടുക്കാം. അപ്പൊ റിസ്ലെ എന്ന് പറയുന്ന ആ ഒരു സെക്രട്ടറി ഓഫ് ഹോം അഫയേഴ്സ് എന്ത് ചെയ്തു? അവര് പറഞ്ഞു ബംഗാൾ യുണൈറ്റഡ് ഈസ് പവർ. അപ്പോൾ ബംഗാൾ യുണൈറ്റ് ചെയ്തിരിക്കുന്നതാണ് പവർ എന്ന് പറയുന്നത്. അപ്പൊ അവരെ ഒബ്സർവ് ചെയ്തു. അപ്പൊ പുള്ളിക്കാരൻ അവരെല്ലാം ഒബ്സർവ് ചെയ്തു. അപ്പൊ മനസ്സിലായി, അപ്പൊ ഈ ബംഗാൾ ഈ ആൾക്കാരെല്ലാം സഹോദരന്മാരെ പോലെയാണ് ജീവിച്ചിരുന്നതെന്ന് മനസ്സിലായി. അപ്പോ അവരുടെ ആ ഒരു ഐക്യമാണ് അവരുടെ ആ ഒരു പവർ എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തില് അവര് രണ്ടായിട്ട് വിഭജിച്ചു കഴിഞ്ഞാല് അവരുടെ ആ ഒരു ഐക്യം ടോട്ടലി നഷ്ടപ്പെടും. അങ്ങനെയാണ് സോ will pull several different ways. One of our main objective is to split up and thereby weaken a solid body of opponents to our rule. അപ്പോ നമ്മുടെ ഈ ഒരു ബംഗാളിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാല്, ഇപ്പോൾ ഇഫ് യു ഡിവൈഡ് ബംഗാൾ then the power should be splitted. അപ്പോൾ അവര് രണ്ടായി മാറും. അപ്പോൾ നമ്മളെ എതിർക്കാനുള്ള, അതായത് ബ്രിട്ടീഷിനെ എതിർക്കാനുള്ള ആ ഒരു കഴിവ്, ഒരു സോളിഡ് ബോഡി, ഇറ്റ് ഷുഡ് ബി വീക്കൻഡ്. അപ്പോൾ വീക്കൻഡ് മീൻസ് അവർ ദുർബലമാവും. അവർക്ക് ആ ഒരു പവർ കിട്ടത്തില്ല. അവർ യുണൈറ്റ് ചെയ്ത് ജോയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പവർ ആയിരിക്കും. അപ്പോൾ ഇവരെ ബ്രിട്ടീഷിനെ എതിർക്കാൻ പറ്റും. പക്ഷെ ബംഗാളിനെ വിഭജിച്ചു കഴിഞ്ഞാല് അവർക്ക് എന്ത് പറ്റും? അവരുടെ ആ ഒരു പവർ കിട്ടത്തില്ല. അപ്പോൾ ഒരു പ്രോപ്പർ ഓപ്പണന്റ്, അല്ലെങ്കിൽ എതിർക്കാൻ പറ്റിയ ഒരാള് അവിടെ ഉണ്ടാവത്തില്ല. The British officials treated Bengal as a growing power against the British rule. അപ്പോൾ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് അവരെ കണ്ടത്, ഈ ബംഗാളിനെ കണ്ടത് എ ഗ്രോയിങ് പവർ അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷ് റൂളിനെ എതിർത്ത് നിൽക്കാനുള്ള അത്രയും പവറുള്ള ഒരു ടീം, അല്ലെങ്കിൽ ഒന്നായിട്ടാണ് ഈ ബംഗാളിനെ കണ്ടത്. ഇൻ ദിസ് ബാക്ക്ഗ്രൗണ്ട് ദ വൈസ്രോയ് ലോർഡ് കഴ്സൺ ഡിവൈഡഡ് ബംഗാൾ ഇൻ 1905. അപ്പോൾ ഈ 1905 ആയപ്പോൾ വൈസ്രോയ് ലോർഡ് കഴ്സൺ നമ്മുടെ ഈ ഒരു ബംഗാളിനെ ഡിവൈഡ് ചെയ്തു. അല്ലെങ്കിൽ അവർക്കറിയാം അവർക്ക് അവിടെ നിലനിൽക്കാൻ പറ്റത്തില്ല. ഒരു പ്രോപ്പർ പവറായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇത് ബ്രിട്ടീഷിന് ടോട്ടലി നഷ്ടമായിരിക്കും. അവരെ എതിർത്ത് നിൽക്കും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ബംഗാളിനെ 1905 വൈസ്രോയ് ലോർഡ് കഴ്സൺ ഡിവൈഡ് ചെയ്തു.
ഓക്കെ, സോ നോക്കേ, ഇതാണ് നമ്മുടെ ആ ഒരു മാപ്പ്, ബംഗാളിന്റെ ആ ഒരു ഡിവൈഡഡ് മാപ്പ്. ഇവിടെ നിന്ന് ഈ ഒരു ലൈൻ കണ്ടില്ലേ? അപ്പോൾ അതായിരുന്നു, ആ രീതിയിലായിരുന്നു ബംഗാളിനെ അവർ ഡിവൈഡ് ചെയ്തത്. ഓക്കെ, നാഷണൽ dailies, poets and social leaders strongly opposed the partition. അപ്പോൾ ഈ ദേശീയ നാഷണൽ ഡെയിലീസ്, അപ്പോൾ നാഷണൽ ഡെയിലീസ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ പത്രം, നാഷണൽ ഡെയിലീസ്. അപ്പോൾ പത്രം അല്ലെങ്കിൽ പോയറ്റ്സ്, അവിടെ കവികൾ അല്ലെ സോഷ്യൽ ലീഡേഴ്സ് സ്ട്രോങ്ലി ഒപ്പോസ് ദ പാർട്ടീഷൻ. അപ്പോൾ അവരെല്ലാം ഈ ഒരു പാർട്ടീഷനെ, ഈ ഒരു വിഭജനത്തിനെ നന്നായിട്ട് എതിർത്തു. The great poet Rabindranath Tagore made his stand on the partition explicit. അപ്പോൾ നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറും ഈ ഒരു പാർട്ടീഷനെ ഏറ്റവും നല്ല രീതിയിൽ എതിർത്തു. കാരണം ഈ ഒരു പാർട്ടീഷൻ ഒരു നല്ല പ്രാക്ടീസ് അല്ല, അതുകൊണ്ട് അവരെല്ലാം ഇതിനെ എതിർത്തു. He stated the East and the West Bengal are the two chambers of the same heart which is made fertile by the Ganga and the Brahmaputra. അപ്പോൾ ഇത് അദ്ദേഹം പറഞ്ഞതാണ്, ഹി സ്റ്റേറ്റഡ് ദാറ്റ് ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ് ബംഗാൾ, അപ്പോൾ ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളും ആയിട്ട് ഇതിനെ വിഭജിച്ചു. ആൻഡ് ഓർ ദ ടു ചാമ്പേഴ്സ്, അപ്പോൾ ഇതാണ് ഈ ഒരു സെയിം ഹാർട്ടിലെ, ഒരു ഹൃദയത്തിലെ രണ്ട് വിഭാഗങ്ങളാണ് ഇത് ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളും എന്ന് പറയുന്നത്. വിച്ച് ഈസ് മെയ്ഡ് ഫെർട്ടൈൽ ബൈ, ഗംഗയും ബ്രഹ്മപുത്രയും ഒഴുകുന്ന, അല്ലെങ്കിൽ ഗംഗാ നദിയുടെയും ബ്രഹ്മപുത്രയുടെയും ഒക്കെ അനുഗ്രഹമുള്ള അതിന്റെ ആ ഒരു ബലത്തിൽ വളരുന്ന ഒരു നാടാണ് ഈ ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളും, അതായത് ടോട്ടൽ ബംഗാൾ. അപ്പോൾ അതിനെ വിഭജിക്കരുത് എന്നുള്ള ആ ഒരു ഇതിൽ, അല്ലെങ്കിൽ വിഭജിച്ചതിനെതിരായിട്ട് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞു. ഇറ്റ് ഈസ് ദ വാം ബ്ലഡ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ വെസൽസ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദ ആർട്ടറീസ് ഓഫ് ദ ബംഗാളീസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു, ഈ ഒരു ഹാർട്ടിലെ രണ്ടറകളാണ്, രണ്ട് ചേമ്പേഴ്സ് ആണ് നമ്മുടെ ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളും. അപ്പോൾ ഈ അറകളിൽ നിന്നുള്ള ഒഴുകുന്ന ബ്ലഡ്, വാം ബ്ലഡ്, അതായത് നല്ല ചുടുചോരയാണ് ഈ ബംഗാളികളുടെ, അതായത് ബംഗാളീസിന്റെ ഹൃദയ അല്ലെങ്കിൽ ഞരമ്പിലൂടെ ഓടുന്നത്. അപ്പോൾ ഇതിനെ വെട്ടിമുറിക്കുന്നത്, അല്ലെങ്കിൽ ഈ ബംഗാളി പാത്രയ്ക്ക് ഒത്തൊരുമയിൽ കഴിയുകയാണ്. അപ്പൊ ഇതിനെ വിഭജിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞത്. സാർ, ഇടയ്ക്കിടയ്ക്ക് എന്തോ സൗണ്ട് ആക്കണം. എന്ത് സൗണ്ടാ? ഒരു കാറ്റിന്റെ എന്തോ പോലത്തെ. അയ്യോ, എനിക്കൊന്നും കേട്ടോ, എനിക്ക് അങ്ങനെ സൗണ്ട് ഇല്ല. ഞാൻ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, വെയിറ്റ് നോക്കട്ടെ. വലിയ സൗണ്ട്. ഓക്കെ, അപ്പോ ഇതുവരെ നോക്കിയതിൽ എന്താ ഡൗട്ട് ഉണ്ടോ? നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിന്റെ വേർഡ്സ്, അല്ലെങ്കിൽ ഈ ഒരു ബംഗാൾ വിഭജനം, അല്ലെങ്കിൽ ഈ പാർട്ടീഷൻ ഓഫ് ബംഗാളിനെതിരായിട്ട് ലീഡേഴ്സ് നിന്നത്, എന്നാലും അവര് വിഭജിച്ചു, എന്നാലും അവരുടെ ആ ഒരു തോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ പഠിപ്പിച്ചില്ലേ? നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. ഓക്കെ, ബംഗാൾ ബേൺസ്, അതായത് അപ്പൊ ഈ ഒരു വിഭജനം കഴിഞ്ഞപ്പോൾ ബംഗാൾ ജ്വലിക്കുന്നു, അല്ലെ ബംഗാൾ ജ്വലിച്ചു. കാരണം ഈ ഒരു വിഭജനം, ആ ഒരു പാർട്ടീഷൻ ലെഡ് ടു സം ഇഷ്യൂസ് ഇൻ ബംഗാൾ. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. The agitations against the partition stirred Bengal. അപ്പോൾ ഈ ഒരു അജിറ്റേഷൻ, അപ്പോൾ ഈ ഒരു പാർട്ടീഷനെതിരായിട്ടുള്ള അജിറ്റേഷൻസ്, ഈ പാർട്ടീഷൻ വന്നതോടുകൂടെ അതിനെതിരായിട്ടുള്ള ഈ ഒരു പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇഷ്യൂസ്, സമരങ്ങൾ എല്ലാം കൂടെ നമ്മുടെ ബംഗാളിനെ ടോട്ടലി ഇളക്കി മറിച്ചു. സ്റ്റിർഡ് മീൻസ് ഇളക്കി മറിക്കുക. അപ്പോൾ ടോട്ടലി ഒരു അവിയൽ പരുവായി, അതാണ് വാസ്തവം. ഓക്കെ, ഹൗ ഡിഡ് ദ പീപ്പിൾ ഓഫ് ബംഗാൾ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ? അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ബംഗാളിലുള്ള ആൾക്കാര് ഈ ഒരു പാർട്ടീഷന് എതിരായിട്ട്
പ്രവർത്തിച്ചു. അല്ലെങ്കിൽ പാർട്ടീഷനെതിരായിട്ട് അവർ ഓരോ സ്ട്രാറ്റജീസ് ഫോം ചെയ്തു. എന്തൊക്കെയായിരുന്നു അത്? ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്സ്. അപ്പോൾ ഈ ഒരു പ്രൊട്ടസ്റ്റ് പ്രതിഷേധ യോഗങ്ങൾ അവർ നടത്തി. പിക്കറ്റഡ് ഷോപ്സ് ദാറ്റ് സോൾഡ് ഫോറിൻ ഗുഡ്സ്. അപ്പോൾ ഈ ഫോറിൻ ഗുഡ്സ് വിൽക്കുന്ന, ഇപ്പോൾ ഇത് ഇമ്പോർട്ട് ചെയ്ത ഐറ്റംസ് വിൽക്കുന്ന കടകളൊക്കെ അവർ പിക്കറ്റ് ചെയ്തു. പിക്കറ്റ് മീൻസ് അവരുടെ കടയുടെ ഫ്രണ്ടിൽ ധർണയൊക്കെ നടത്തി അവരുടെ ഉപരോധിച്ചു. അപ്പോൾ അവിടെ അത് വിൽക്കാനൊന്നും സമ്മതിച്ചില്ല. ബേൺഡ് ഫോറിൻ ക്ലോത്ത്സ്. അപ്പോൾ വിദേശത്തുനിന്ന് വന്ന ഡ്രസ്സുകളും എല്ലാം കത്തിച്ചു. കാര്യം നമ്മൾ കഴിഞ്ഞ പാഠത്തിലൊക്കെ പഠിച്ചു, ഇവര് they have exploited us and taken our raw materials to British and to England, and they have imported the foreign clothes and everything to India. അപ്പോൾ അതിനെല്ലാം എതിർത്തുകൊണ്ട് അപ്പോൾ അവരുടെ ക്ലോത്ത്സും എല്ലാം കത്തിച്ചു. പ്രൊമോട്ടഡ് ദ യൂസ് ഓഫ് ഇന്ത്യൻ പ്രൊഡക്ട്സ്. അപ്പോൾ ഇന്ത്യൻ പ്രൊഡക്ട്സിനെ അവർ പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ ഇന്ത്യൻ പ്രൊഡക്ട്സിനെ അവർ കൂടുതൽ ഇത് കൊടുത്തതിന് ശേഷം അപ്പോൾ ഇന്ത്യൻ പ്രൊഡക്ട്സ് കൂടുതൽ യൂസ് ചെയ്യാനായിട്ടുള്ള ആഹ്വാനം കൊടുത്തു. എന്നിട്ട് അവരുടെ സാധനങ്ങളെല്ലാം നിരോധിച്ചു. ഓർഗനൈസ്ഡ് മാർച്ചേഴ്സ് ആൻഡ് പബ്ലിക് മീറ്റിംഗ്സ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അപ്പോൾ ഇത് ഈ ബ്രിട്ടീഷിനെതിരായിട്ട് പല മീറ്റിംഗ്സ്, പബ്ലിക് മീറ്റിംഗ്സും മാർച്ചസും, മാർച്ച് മീൻസ് നമ്മളെ ഈ ഒരു ജാഥ, ഈ ജാഥയും ഇതുമെല്ലാം അവര് നടത്തി. ഇതെല്ലാം ബ്രിട്ടീഷിന് എതിരായിട്ട്. Consider the intensity of agitations, the British government was compelled to withdraw the partition. അപ്പോൾ കൺസിഡറിങ് ദ ഇന്റൻസിറ്റി. അപ്പോൾ ഈ ഒരു എന്ത് സംഭവിച്ചു, ഈ സമരത്തിന്റെ ആ ഒരു ഇന്റൻസിറ്റി, തീഷ്ണത മനസ്സിലാക്കിയ ഗവൺമെന്റ് അവർക്ക് ഈ ഒരു വിഭജനം അല്ലെങ്കിൽ ഈ ഒരു ബംഗാൾ പാർട്ടീഷന് എന്ന് പറയുന്ന ആ ഒരു ഡിസിഷനിൽ നിന്ന് പിന്നിലേക്ക് പോവേണ്ടി വന്നു. അല്ലെങ്കിൽ അതിനെ വിഡ്രോ ചെയ്തു, അല്ലെങ്കിൽ അതിനെ പിൻവലിച്ചു. ആ ഒരു തീരുമാനം, ഈ ബംഗാളിനെ വിഭജിക്കാനുള്ള, പാർട്ടീഷൻ ചെയ്യാനുള്ള ആ ഒരു തീരുമാനം അവര് വിഭജിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടുത്ത് നിങ്ങൾക്കുള്ള 2-3 ആക്ടിവിറ്റീസ് നേരത്തേതും അവിടെ ഒരു പോസ്റ്റർ നിർമ്മാണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ പ്രിപ്പയർ എ ന്യൂസ് ബുള്ളറ്റിൻ ഓൺ ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആൻഡ് റിലേറ്റഡ് അജിറ്റേഷൻസ്. അപ്പോൾ അതുപോലെ ന്യൂസൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. അപ്പോൾ അത് ഞാൻ അവസാനം എല്ലാം കൂടെ ചേർത്ത് ഒരു അസൈൻമെന്റ് ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇതെല്ലാം തരാം. In what ways the agitations against the partition of Bengal different from the protest of moderate phase? അപ്പോൾ നമ്മൾ ഈ ഒരു ബംഗാൾ എന്ന് പറയുന്നത് ആ ഒരു എക്സ്ട്രീം ലെവലിലായിരുന്നു. അവര് ടോട്ടലി അവര് അത്രയും ഒരു പാർട്ടീഷൻ എന്ന് കേട്ടപ്പോൾ തന്നെ അവര് ടോട്ടലി എല്ലാവരും ഒരുമിച്ച് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തു. അപ്പാർട്ട് ഫ്രം അത് എന്ന് പറയുന്നത് ഈ മോഡറേറ്റ് ഫേസിനെക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. ഓക്കെ, അപ്പൊ അതില് എന്താ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അടുത്ത് ഇനി എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. എടാ തീർന്നു കേട്ടോ, ഇത് കുറച്ചുകൂടെ ഉള്ളൂ, 2 പേജ് കൂടെ ഉണ്ടെങ്കിൽ തീർന്നു. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്. സ്വരാജ് മീൻസ് സ്വാതന്ത്ര്യം, ഫ്രീഡം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മൈ ബർത്ത് റൈറ്റ്, സ്വാതന്ത്ര്യം ജന്മാവകാശം. The period of agitations followed by the partition of Bengal brought a new turn in the national movement, and it was known as the period of extreme nationalism. അപ്പോൾ ഈ ബംഗാൾ വിഭജനം അല്ലെങ്കിൽ ഈ ബംഗാൾ പാർട്ടീഷന് ശേഷം ഉണ്ടായ അജിറ്റേഷൻ, ഈ അജിറ്റേഷൻ, ഈ സമരങ്ങളും എല്ലാം ഒരു ന്യൂ ഫേസിലേക്കാണ് ഇന്ത്യയെ കൊണ്ടുപോയത്. ദാറ്റ് മീൻസ് ദ നാഷണൽ മൂവ്മെന്റ്, ഈ ഒരു നാഷണൽ മൂവ്മെന്റ് നേരെ മാറി എങ്ങോട്ട്, ഒരു എക്സ്ട്രീം നാഷണലിസത്തിലേക്ക് ചേഞ്ച് ആയി. നമ്മൾ നേരത്തെ മോഡറേറ്റ് നാഷണലിസം പഠിച്ചുകൊണ്ടിരുന്നത്, മോഡറസ്റ്റ് ഫേസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ചേഞ്ച് ആയിരുന്നു ഇവിടെ നമ്മുടെ എക്സ്ട്രീം ഫേസിലത് എക്സ്ട്രീം നാഷണലിസത്തിലേക്ക് ഇത് പോവുകയുണ്ടായി. എപ്പോൾ? when the Bengal partition, after the Bengal partition and the agitations and everything started, and that led to the national movement known as the period of extreme nationalism. അപ്പോൾ ഈ ബംഗാൾ പാർട്ടീഷന് ശേഷം ഉണ്ടായിരുന്ന ആ ഒരു പീരീഡിനെ നമുക്ക് എക്സ്ട്രീം നാഷണലിസം എന്ന് പറയാം. The main leaders of this phase were Bal Gangadhar Tilak,
Bipin Chandra Pal, Lala Lajpat Rai, they were jointly known as Lal Bal Pal. അപ്പോൾ ഇവർ 3 പേരും ഇതിലെ മെയിൻ ലീഡേഴ്സ് എന്ന് പറയുന്നതായിരുന്നു ഈ ബാൽ ഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ലാല ലജ്പത് റായ്. അപ്പൊ ഇവർ 3 പേരും പ്രധാനപ്പെട്ട അതിന്റെ ലീഡേഴ്സ് ആയിരുന്നു. അപ്പൊ അവരെ ജോയിന്റ്ലി നോൺ ആസ് ലാൽ ബാൽ പാൽ. അപ്പൊ ലാൽ ബാൽ പാൽ. അപ്പൊ ഈ ഒരു പേരിലാണ് ഇത് അവരെ അറിയപ്പെട്ടിരുന്നത്, അവരെ ഒരുമിച്ച്. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യനിൽ ചോദിക്കുക കേട്ടോ, ഹൂ ഈസ് ലാൽ ബാൽ പാൽ, അല്ലെങ്കിൽ അവരുടെ തോട്ട്സ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് എന്താ, ഇവർ 3 പേരെ കുറിച്ചാണ്. 3 പേരുടെ ആ ഒരു പേര് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പൊ അവരുടെ ഫോട്ടോസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. The activities of these leaders earned countrywide attention and inspired the mass. അപ്പോൾ ഈ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റീസ്, ലീഡേഴ്സിന്റെ ഈ ഒരു ആക്ടിവിറ്റീസ് ഓൺ കൺട്രി വൈഡ് അറ്റൻഷൻ, എല്ലാവരും അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആൻഡ് ഇൻസ്പയർഡ് ദ മാസ്. അപ്പോൾ ഈ ആളുകൾക്ക് എല്ലാവർക്കും, ഈ ആളുകൾക്ക് ടോട്ടലി, ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യേ, ഓക്കെ, ആളുകൾക്ക് ടോട്ടലി അതൊരു ഇൻസ്പിറേഷനായി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് ടോട്ടലി അതൊരു ചേഞ്ചിലത്തേക്ക് കാരണം ആയി. ബാൽ ഗംഗാധർ തിലക് വാസ് ദ ചീഫ് സ്പോക്സ്മാൻ ഓഫ് ദ എക്സ്ട്രീം നാഷണലിസം. അപ്പോ ഇതിൽ ഈ ബാൽ ഗംഗാധർ തിലക് ആണ് ഏറ്റവും ഇതെന്താ പറയുക, മുഖ്യധാരയിൽ നിന്ന്. ബാക്കിയുള്ളവർക്കോ? ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പൊ ഈ ബാലഗംഗ ഈ ഇവരുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഇൻസ്പയർഡ് ആൻഡ് മെയ്ഡ് വൈഡ് അറ്റൻഷൻ ഇൻ ദ മാസ്. അപ്പോൾ എല്ലാവർക്കും ഈ ജനതയെ ടോട്ടലി പ്രചോദിപ്പിക്കാനും എല്ലാത്തിനും ഇവരുടെ ആ ഒരു തോട്ടിന് സാധിച്ചു. ആൻഡ് ദ Bal Gangadhar Tilak was the chief spokesman of the extreme nationalism. അപ്പോൾ ഈ എക്സ്ട്രീം നാഷണലിസത്തിലെ അല്ലെങ്കിൽ എക്സ്ട്രീം ഫേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ബാൽ ഗംഗാധര തിലക്. അദ്ദേഹമാണ്, ബാൽ ഗംഗാധര തിലകാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഇതിൽ പ്രവർത്തിച്ചതും സംസാരിച്ചതും എല്ലാം. He was revered as ലോക്മാന്യ. അപ്പോ അദ്ദേഹത്തിന്റെ അവർക്കൊരു പേര്, അവരുടെ ആ ഒരു ജനങ്ങൾ ആദരവോടെ വിളിക്കുന്ന ഒരു പേരിട്ടു, അതാണ് റിവേർഡ്. അപ്പൊ അവർക്കൊരു പേരിട്ട് കൊടുത്തു, അല്ലെങ്കിൽ നമ്മുടെ ബാൽ ഗംഗാധർ തിലകിന് ഒരു പേര് ഇട്ട് കൊടുത്തു, അതാണ് ലോകമാന്യ. ലോകമാന്യ എന്ന് പറയുന്ന ആ ഒരു പേര് ജനങ്ങള് സ്നേഹത്തോടെ അവർക്ക് ഇട്ട് കൊടുത്തത് ആയിരുന്നു. The two newspapers he started were Maratha and Kesari. മറാത്ത എന്നും കേസരി എന്ന് പറയുന്ന 2 ന്യൂസ് പേപ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്തത് ഇവർ ആയിരുന്നു. ബാലഗംഗാധര തിലക്. ഈ ലോകമാന്യ എന്ന് ബാലഗംഗാധര തിലകിനെ മാത്രം വിളിച്ചിരുന്നു. അതെ, ബാലഗംഗാധര ലോകമാന്യ, ബാലഗംഗാധര തിലക് എന്ന് അത് വിളിച്ചിരുന്നത് ലോകമാന്യ എന്ന് പറയുന്നത്. കാര്യം പുള്ളിക്കാരനായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഒരു ഫേസിൽ ഇവർ 3 പേരും ഉണ്ടായിരുന്നുവെങ്കിലും അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ബാലഗംഗാധര തിലക് ആയിരുന്നു. പുള്ളിയാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചതും എല്ലാം. അപ്പോൾ അദ്ദേഹത്തിനെയാണ് നമ്മുടെ ലോകമാന്യ എന്ന ഒരു വിശേഷണം ജനങ്ങൾ കൊടുത്തത്. അപ്പോൾ ഇവർ ബേസ് ചെയ്തിരുന്നത് മുംബൈ, അതായത് മഹാരാഷ്ട്ര ബേസ്ഡ് ആയിരുന്നു. അതാണ് ഈ മറാത്ത എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലുള്ള ഒരിതാണ് കേട്ടോ. അപ്പൊ മറാത്താസ് എന്ന് പറയുന്നത് ആ ഒരു ഇത് മഹാരാഷ്ട്രയിലുള്ള ഒരു വിഭാഗം ജനങ്ങളെ പറയുന്നതും കൂടെയാണ് മറാത്താസ് എന്ന്. നിങ്ങൾക്ക് എന്റെ ഇവിടുത്തെ ഒരു അനൗൺസ്മെന്റ് അല്ലേ ഇപ്പൊ കേൾക്കുക? അപ്പോ ഈ മറാത്ത എന്നും കേസരി എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ സ്റ്റാർട്ടഡ് ബൈ ലോകമാന്യ ബാലഗംഗാധര തിലക്. അപ്പൊ ബാലഗംഗാധര തിലകാണ് ഈ ഒരു മറാത്ത എന്നും കേസരി അതാരാടാ, സിയാനാണോ? ഓക്കെ.
He made a famous slogan, സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ മസ്റ്റ് ഹാവ് ഇറ്റ്. അതായത് അപ്പോൾ ഇദ്ദേഹമാണ്, ബാൽ ഗംഗാധര തിലകാണ് ഈ ഒരു സ്ലോഗൻ നമുക്ക് വേണ്ടി സമ്മാനിച്ചത്. എന്തായിരുന്നു അത്? സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്. സ്വരാജ് അല്ലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആണ് എൻ്റെ ജന്മാവകാശമാണ്. ആൻഡ് ഐ മസ്റ്റ് ഹാവ് ഇറ്റ്, അത് എനിക്ക് വേണം, അത് ഞാനത് നേടുക തന്നെ ചെയ്യും. ഐ മസ്റ്റ് ഹാവ് ഇറ്റ്, അതായത് ഞാനത് നേടുക തന്നെ ചെയ്യും, എനിക്കത് വേണം, അപ്പൊ ഞാനത് നേടുക തന്നെ ചെയ്യും. അപ്പോ ഇതെന്ന് പറയുന്നത്, ഇത് ആരാ പറഞ്ഞേ? ബാലഗംഗാധര തിലക്. ലോകമാന്യ ബാലഗംഗാധര തിലക്. ഓക്കെ, അപ്പോ ഈ ഒരു ആക്ടിവിറ്റി ഇത് എഴുതേണ്ടത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം. കാര്യം അതിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ബാക്കി പോർഷൻ തീരത്തില്ല, അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കഴിഞ്ഞ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. അല്ല, അപ്പൊ ഇത് പഠിപ്പിച്ചല്ലേ സ്വരാജ് ഇസ് മൈ ബർത്ത് റൈറ്റ്. അപ്പൊ ഇതിലുള്ളതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. The All India Muslim League was formed by Aga Khan and Nawab Salimullah Khan in Dhaka in 1906 during the movement against the partition of Bengal. അപ്പോൾ ഈ ഒരു ബംഗാൾ അജിറ്റേഷൻ ടൈമിൽ ഉണ്ടായ ഒന്നാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് 1906 ധാക്കയിലാണ് അഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും, അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ആണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്റ്റാർട്ട് ചെയ്തത് ഡ്യൂറിങ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ദ മൂവ്മെന്റ് അഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ആ ടൈമിലാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത് സൂററ്റ് സ്പ്ലിറ്റ്, സൂററ്റിന്റെ വിഭജനം. The national movement became stronger with agitations against the partition of Bengal. അപ്പോൾ നമ്മുടെ നാഷണൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലുള്ള നാഷണൽ മൂവ്മെന്റ്സും എല്ലാം അവിടെ നാഷണൽ ലെവലിൽ സ്ട്രോങ് ആയി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു അജിറ്റേഷൻസും എല്ലാം കാരണം കൊടുത്ത ബ്രിട്ടീഷിന് പ്രഷറൈസ് ചെയ്ത് ആ ഒരു സ്ട്രോങ് പൊസിഷനിൽ നമ്മുടെ നാഷണൽ ലെവലിൽ എത്തി, നാഷണൽ മൂവ്മെന്റ്സ് എത്തി. ഇൻ ദിസ് പീരീഡ് there was growing difference of opinion between the moderates and the extremists. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു മോഡറേറ്റ് ഫേസും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എക്സ്ട്രീമിസ്റ്റ് ഫേസും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ടിലും ഉണ്ടായിരുന്ന ഐഡിയോളജീസ് ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇവർ രണ്ടുപേരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. സോ ദ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടായി. ഇറ്റ് ലെഡ് ടു സ്പ്ലിറ്റ് in the Congress at its All India session at Surat in 1907. അപ്പോൾ ഇത് കാരണം എന്ത് പറ്റി? ഈ 1907 കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം, അതായത് ഓൾ ഇന്ത്യ സെഷൻ, അപ്പോൾ ആ ഒരു സമ്മേളനത്തിൽ വെച്ച് എന്ത് പറ്റി? അവർ തമ്മിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായി. അപ്പോൾ അതായത് ഈ കോൺഗ്രസിൽ തന്നെ ആയിരുന്നു ഈ ഒരു എക്സ്ട്രീമിസ്റ്റും ഉണ്ടായിരുന്നത്, മോഡറേറ്റ്സും ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടായപ്പോൾ ഇവർക്ക് തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, അത് കാരണം ഈ ഒരു പാർട്ടിക്കിടയില് ഈ ഒരു പാർട്ടിയില് ഒരു സ്പ്ലിറ്റ് ഉണ്ടായി ഓൺ 1907 at the Congress All India session at Surat. It temporarily weakened the activities of the national movement. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്പ്ലിറ്റ്, കാര്യം ഇന്ത്യൻ ജനത ഒത്തൊരുമിച്ച് എല്ലാവരും ഒരുമിച്ച് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ഒത്തൊരുമ പെട്ടെന്ന് അവിടെ നഷ്ടപ്പെട്ടപ്പോൾ ഇറ്റ് ടെമ്പററിലി വീക്കൻഡ്. അപ്പോൾ അത് നമ്മുടെ ആ ഒരു നാഷണൽ മൂവ്മെന്റിനെ ദൗർബല്യപ്പെടുത്തി അല്ലെങ്കിൽ ദുർബലമാക്കി ദ ആക്ടിവിറ്റീസ് ഓഫ് നാഷണൽ മൂവ്മെന്റ്. അപ്പോൾ ഇത്തരം മൂവ്മെന്റ്, ഈ ഒരു സ്പ്ലിറ്റ്, ഈ പാർട്ടിക്ക് അകത്ത് തന്നെയുള്ള ആ ഒരു സ്പ്ലിറ്റ് നമ്മുടെ ടോട്ടലി അത് നമ്മളെ ബാധിക്കുകയുണ്ടായി. മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ്, ഹോം റൂൾ മൂവ്മെന്റ്സ്. The Congress supported Britain in the First World War with the hope that India would be granted autonomy after the war. അപ്പോൾ in the First World War എന്താ സംഭവിച്ചത്? The Congress supported Britain.
അപ്പൊ നമ്മുടെ കോൺഗ്രസ് ബ്രിട്ടീഷിനെ തന്നെയായിരുന്നു സപ്പോർട്ട് ചെയ്തത്. തോട്ട് ദാറ്റ് അല്ലെ ഹോപ്പ് ദാറ്റ് അവർ പ്രതീക്ഷിച്ചത് എന്തായിരുന്നു, അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യ വുഡ് ബി ഗ്രാൻഡഡ് ഓട്ടോണമി ആഫ്റ്റർ ദ വാർ. അപ്പോൾ ഇന്ത്യക്ക് ഈ ഒരു വാർ കഴിയുമ്പോൾ, ഇന്ത്യ ഫസ്റ്റ് വേൾഡ് വാർ കഴിയുമ്പോൾ ഇന്ത്യക്ക് ഇന്ത്യ എന്നുള്ള ആ ഒരു പദവി അവര് നൽകും എന്ന് വിശ്വസിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ്, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകും എന്നുള്ള ആ ഒരു തോട്ടിലായിരുന്നു കോൺഗ്രസ് ബ്രിട്ടീഷിനെ സപ്പോർട്ട് ചെയ്തത്. During this time, the Home Rule movement led by Annie Besant and Bal Gangadhar Tilak kept the national movement alive. അപ്പോൾ ഈ ഒരു സമയത്തും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം, അതായത് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്സ് എന്താ സജീവമായി നിലനിർത്തിയത് ആരൊക്കെയായിരുന്നു? ബാലഗംഗാധര തിലകും ആനി ബെസന്റും ആയിരുന്നു. അവരായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിലും നമുക്ക് ഈ ബ്രിട്ടീഷേഴ്സ് ഈ കോൺഗ്രസ് അവരെ സപ്പോർട്ട് ചെയ്തു. പിന്നെ അവിടെ സൂററ്റിലടുത്ത് ഇത് ഒരു സ്പ്ലിറ്റ് ഉണ്ടായി. സൂററ്റിൽ വെച്ചുള്ള ആ ഒരു സ്പ്ലിറ്റ് ഇതെല്ലാം ടോട്ടലി വീക്കൺ ചെയ്തു എങ്കിലും ഈ ബാലഗംഗാധര തിലകും ആനി ബെസന്റും ഒക്കെ ചേർന്നപ്പോൾ അവര് ഇതിനെ ടോട്ടലി ആക്റ്റീവായിട്ട് നിർത്തിയിരുന്നു. അത് ബ്രിട്ടീഷേഴ്സിനെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തപ്പോഴും, അപ്പൊ ഇത് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യാൻ കാരണം അവർ വിചാരിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് കൊടുത്തില്ല. ബട്ട് സ്റ്റിൽ ആനി ബെസന്റ് ആൻഡ് ബാലഗംഗാധര തിലക് കെപ്റ്റ് ദ നാഷണൽ മൂവ്മെന്റ് അലൈവ്. അപ്പോൾ നാഷണൽ മൂവ്മെന്റിനെ അവിടെ നിർത്തിയിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതൊരു ആ ഒരു പ്രോപ്പർ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചത് ആനി ബെസന്റും ബാലഗംഗാധര തിലകിന്റെയും പ്രയത്നം ആണ്. Okay, about who is Annie Besant? The Irish lady who was attracted to the Indian culture and took Indian citizenship in 1893. അപ്പോ അവരെന്ന് പറയുന്നത്, ഇത് ആനി ബെസന്റ് എന്ന് പറയുന്നത് ഒരു ഐറിഷ് ലേഡി, ഒരു അയർലൻഡുകാരിയായിരുന്നു. ബട്ട് ഷി വാസ് അട്രാക്റ്റഡ് ടു ദ ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യൻ കൾച്ചറും ഇന്ത്യൻ രീതികളും എല്ലാം ഇഷ്ടപ്പെട്ട് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് എടുത്ത ഒരാളായിരുന്നു. ഇന്ത്യൻ സിറ്റിസൺ പൗരത്വം സ്വീകരിച്ച, ഇന്ത്യൻ പൗരത്വം 1893 സ്വീകരിച്ച ആളായിരുന്നു നമ്മുടെ ആനി ബെസന്റ്. ഷീ സ്റ്റാർട്ടഡ് ദ ഹോം റൂൾ മൂവ്മെന്റ് ഇൻ 1916. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഈ ഒരു ഹോം റൂൾ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ബാലഗംഗാധര തിലകും ആനി ബെസന്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ആനി ബെസന്റ് ആയിരുന്നു. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? സർ, ഐറിഷ് ലേഡി എന്ന് പറഞ്ഞാൽ അത് ഏത് കൺട്രിയിലുള്ളതാണ്? അയർലൻഡ്. ഓക്കെ, അയർലൻഡിലുള്ള. അയർലൻഡ് എന്ന് പറയുമ്പോ അത് ഇങ്ങോട്ട് വരുമ്പോ അത് ബ്രിട്ടീഷിന് അടുത്താട്ടോ. ആ ഒരു യൂറോപ്യൻ കൺട്രീസ് കഴിയും. അതെ, യൂറോപ്യനിൽ തന്നെ ആയിരുന്നു. എനിക്കൊരു സംശയമുണ്ട്. ആടാ പറഞ്ഞു സാർ. നമ്മൾ ഈ ഐറിഷ്, അമേരിക്കൻ, ചൈനീസ്, ജാപ്പനീസ് എന്നൊക്കെ പറയുമല്ലേ? അതെ. അങ്ങനെയൊക്കെ പറയുമ്പോ അതിനൊരു പേരല്ലോ ഉണ്ടാ അങ്ങനെ പറയണതിന്? അതിന് പേരോ? എന്ത് പേര്? ഓ, പേരുണ്ടോ? മനസ്സിലായില്ല, എന്താ ഉദ്ദേശിച്ചത് വെച്ച്? അല്ല സർ, ഈ ഐറിഷ്, ഈ ജമൈക്കൻ എന്നൊക്കെ പറയുമല്ലേ? നമ്മള് ഇന്ത്യൻ എന്ന് പറയത്തില്ലേ? ഓ, വി ആർ ഇന്ത്യൻ. അതുപോലെ തന്നെയാണ് അവർ പറയുന്നത് ഐറിഷ്. അപ്പൊ അയർലൻഡിലുള്ള ഒരു ഐറിഷ് ലേഡി അല്ലെങ്കിൽ ഐറിഷ് പീപ്പിൾ എന്ന് പറയും. അടുത്ത് ബ്രിട്ടീഷിനെ ബ്രിട്ടീഷ് പീപ്പിൾ അല്ലെ ബ്രിട്ടീഷ് പീപ്പിൾ എന്ന് പറയും. അമേരിക്കനെ അമേരിക്കൻസ് എന്ന് പറയും. അപ്പോൾ ഓരോ രാജ്യക്കാരെയും പറയുന്ന, അപ്പോൾ ഏത് രാജ്യത്തിൽ നിന്നുള്ളവരാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫോം എവിടെ നിന്നാണ് എന്നുള്ളത് കാണിക്കാനായിട്ടാണ് ഇപ്പൊ ഐറിഷ് എന്നുള്ള അല്ലെങ്കിൽ അമേരിക്കൻ എല്ലാം പറയുന്നത്. അതേ ഉള്ളൂ സാർ. ഒരു ചെറിയൊരു ഡൗട്ട്. ഇപ്പോഴും ബ്രിട്ടീഷ് ഉണ്ട്? ഇപ്പോഴും ബ്രിട്ടീഷ് എന്ന ബ്രിട്ടൻ ഉണ്ട്. ബ്രിട്ടീഷ് റൂളിനെ പറയുന്നത് ബ്രിട്ടൻ ഉണ്ട്. ഒന്നാണ്. ഇംഗ്ലണ്ട് തന്നെയാ. അപ്പൊ ഇംഗ്ലണ്ടാണ് ബ്രിട്ടൻ? അതെ. ബ്രിട്ടനിലുള്ളവരാ ബ്രിട്ടീഷ് എന്ന് പറയുന്നത്. കൊറേ മെസ്സേജ് പറഞ്ഞു. എടാ ജീവ, നീ തൽക്കാലത്തേക്ക് വീഡിയോ ഓഫ് ചെയ്ത് വെച്ചോ. നിനക്ക് ഇത് ചാർജ് തീരാറായെങ്കില്. എന്റെ ജീവൻ നീ മെസ്സേജ് ഇട്ടായിരുന്നു ഇതേപോലെ 3% ആയി എന്നുള്ളത്.
ഓക്കെ. അപ്പൊ ആ ഒരു ഇത് ഇപ്പൊ ബ്രിട്ടീഷ് എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ട് അവരെ പറയുന്നതാ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ എന്ന് പറയുമ്പോൾ അവരെല്ലാരും കൂടെ ഒരുമിച്ചുള്ള ഒരു ഇതായിരുന്നു. ടോട്ടലി നമുക്ക് പറയാൻ വേണ്ടി ബ്രിട്ടീഷ് റൂൾ എന്ന്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഇന്ത്യ മാറി, ഇന്ത്യക്ക് ഓട്ടോണമി ആയി, അതായത് ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ട് മാറി. അത് കഴിഞ്ഞിട്ട് അതുപോലെ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന രാജ്യങ്ങളെല്ലാം അങ്ങോട്ട് മാറി. അപ്പൊ ഇംഗ്ലണ്ട് ഒറ്റയ്ക്കായി. അപ്പൊ അതങ്ങനെ ഇംഗ്ലണ്ട് എന്ന് ഇപ്പോഴും അറിയപ്പെടുന്നു. അതേ. ഓക്കെ, അടുത്ത ഇതിലോട്ട് പോവാം. അടുത്ത ഒരു പോർഷൻ കൂടെ ഉള്ളൂ. പേജാ, ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മളൊന്ന് തീരുമെന്ന്. ഓക്കെ, അപ്പൊ ലക്നൗ പാക്ട്. അപ്പൊ പാക്ട് എന്ന് പറയുമ്പോ സന്ധി സംഭാഷണം എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെയാണ്. അതായത് ഒരു മീറ്റിംഗ്, ലക്നൌവിൽ നടന്ന ആ ഒരു മീറ്റിംഗ്. The Lucknow session of the Indian National Congress was held in 1916 when the Home Rule movement were active. അപ്പോൾ ഈ ലക്നൌവില് ഈ ഒരു സെഷൻ നടന്നത് എപ്പോഴാ? 1916. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ ഒരു സെഷൻ ആയിരുന്നു 1916 ലക്നൌവില് നടന്നത്. വെൻ ദ ഹോം റൂൾ മൂവ്മെന്റ് വേർ ആക്റ്റീവ്. അപ്പൊ നമ്മൾ പഠിച്ചു ഈ ഹോം റൂൾ മൂവ്മെന്റ്, അവരുടെ പ്രസ്ഥാനങ്ങള് എല്ലാം നടന്നുകൊണ്ടിരുന്നപ്പോ ആ സമയത്ത് എടാ, ഹോം റൂൾ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇത് ഈ കോൺഗ്രസിന്റെ ഈ ഒരു ടൈമില്, അതായത് കോൺഗ്രസ് ബ്രിട്ടീഷിനെ സപ്പോർട്ട് ചെയ്യാൻ പോയല്ലോ. അപ്പോൾ ആ സപ്പോർട്ട് ചെയ്യാൻ പോയപ്പോഴ് ഈ ഒരു അജിറ്റേഷൻസും എല്ലാം നമ്മൾ കീപ്പ് ചെയ്യണം. നമ്മളവിടെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഇത് അവിടെ അത് അവർക്കെതിരായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ടോട്ടലി വീക്കൻ ആയി കഴിഞ്ഞാൽ നമുക്കിപ്പോഴും സ്വാതന്ത്ര്യമൊന്നും കിട്ടത്തില്ലായിരുന്നു ചിലപ്പോ. അപ്പോ അതിന് എതിരായിട്ട് നിന്ന ആ ഒരു മൂവ്മെന്റിനെ പറയുന്നതാണ് ഹോം റൂൾ മൂവ്മെന്റ്. അത് ജസ്റ്റ് നെയിം ചെയ്തിരിക്കുന്നതാണ് ഈ ഹോം റൂൾ. കുഴപ്പമില്ല, നമുക്ക് ഇപ്പൊ തീർക്കായത്, ഇതിപ്പോ തീരും ഇത്. അപ്പോ അതിനെ നമ്മൾ ഈ ഹോം റൂൾ മൂവ്മെന്റ് എന്ന് ആർക്ക്? അരുണിനോ? അവന് ഞാൻ അവൻ വല്ലപ്പോഴും ക്ലാസ്സിൽ കയറണം, എന്നിട്ട് 90%. എനിക്കിപ്പോ 586 MB ആയതേ ഉള്ളൂ. സാർ അവരൊരു പാട്ടിന്റെ പേരാണ് അയക്കണേ. എന്താ പാട്ടാടി കളിക്കണം വേണോടാ? ലക്നൗ പാക്ട്. അപ്പോ നമ്മള് പഠിച്ച ഈ ഒരു കോൺഗ്രസിന്റെ ഒരു സെഷൻ ലക്നൌവിൽ വെച്ച് നടന്നു 1916. അത് ഈ ഹോം റൂൾ മൂവ്മെന്റ്സ് നടന്നുകൊണ്ടിരുന്ന ആ ഒരു ടൈമിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരുന്ന, ഈ ഒരു അജിറ്റേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെയായിരുന്നു. The moderates and extremists who split in the Surat session decided to give up their difference of opinion and join together. അപ്പോ ഇവിടെ വെച്ച് എന്ത് സംഭവിച്ചു? ലക്നൗ പാക്ടില് എന്ത് സംഭവിച്ചു? ഈ മോഡറേറ്റ്സ് ആൻഡ് ഈ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും ഈ സൂററ്റിൽ വെച്ച് സ്പ്ലിറ്റായി. പക്ഷേ അവര് ഇവിടെ വന്നതിന് ശേഷം അവരുടെ ആ ഒരു ഒപ്പീനിയനിൽ ഉണ്ടായിരുന്ന ചേഞ്ച് എല്ലാം നിർത്തിയിട്ട് അവര് ഒരുമിക്കാം എന്ന് തീരുമാനമെടുത്തു. അപ്പൊ ഗീവ് അപ്പ് ദെയർ ഡിഫറൻസസ്. അപ്പൊ അതായത് അവരുടെ ഡിഫറെന്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾക്ക് അതിനെല്ലാം കളയാം, എന്നിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു തീരുമാനം എടുത്തു. They also decided to cooperate with the All India Muslim League in the anti-British agitations. അപ്പോൾ ഇതില് ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ അജിറ്റേഷൻസിലും അവര് കൂടെ കൂട്ടാനായിട്ടും അല്ലെങ്കിൽ അവരോടൊപ്പം സഹകരിക്കാനും, ഇപ്പൊ ആന്റി ബ്രിട്ടീഷ് അജിറ്റേഷൻസില് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എങ്ങനെ അവർക്കെതിരെ നടക്കുന്നു, അപ്പൊ അതിനെയും കൂടെ കോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവരെയും സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ഇവര് തീരുമാനിച്ചു. അതായിരുന്നു ലക്നൗ പാക്ടിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ആക്ച്വലി ലക്നൗ പാക്ട് ഇതൊന്നും അല്ല, ഒരു എന്താ പറയുന്നത്, ഒരു ഫുൾ എസ്സേ, ഒരു 10-15 പേജസ് എഴുതാൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പോകുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു അതിന്റെ ആ ഒരു സമ്മറി. അപ്പോൾ ഈ ഒരു അവരുടെ മെയിനായിട്ട് ഈ സൂററ്റിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, അപ്പോൾ പരിഹരിച്ചിട്ട് വീണ്ടും ഒരുമിച്ച് പോവുക, ദെൻ
support, cooperate with the All India Muslim League in the anti-British agitations. ഇതായിരുന്നു അവരുടെ ഒരു മെയിൻ അജണ്ട ഈ ഒരു ലക്നൗ പാക്ട് കൊണ്ട് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു. അപ്പൊ ഇത്രയും തന്നെയാണ് നമ്മുടെ പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ഇതുണ്ട്, ഒരു പ്രിപ്പയർ എ സെമിനാർ പേപ്പർ ഓൺ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഓൺ ദ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്. സബ് ടോപ്പിക്സ്: the growth of extreme nationalism, the agitations against the partition of Bengal. പക്ഷേ ഇത് നിങ്ങളെ എഴുതാനായിട്ട് എഴുതണമെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല, പക്ഷെ എഴുതേണ്ടി വരും. ഇപ്പോഴല്ല, അടുത്ത ക്ലാസ്സിൽ ടെസ്റ്റ് പേപ്പർ ഉണ്ട്, ഈ ചാപ്റ്ററിന്റെ ടെസ്റ്റ് പേപ്പർ ഉണ്ട്. എനിക്കറിയാം നോട്ട് തന്നിട്ടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ എത്രമാത്രം ടെക്സ്റ്റ് വായിച്ചു എന്ന് ഞാൻ ഇതിന്റെ പറയുന്നത്, ടെക്സ്റ്റ് എത്രമാത്രം വായിക്കുന്നു എന്ന് എനിക്കറിയണം. അതുകൊണ്ട് ടെക്സ്റ്റ് ബേസ് ചെയ്ത് ഒരു ടെസ്റ്റ് പേപ്പർ. സാർ അതിന്റെ നെറ്റ് മൊത്തം തീർന്നു. നല്ലതാ. അവരുടെ എത്ര മിനിറ്റ് കാണും ടെസ്റ്റ് പേപ്പർ? എത്ര മിനിറ്റ് കാണും? ഒരു അരമണിക്കൂർ. എന്താടാ അടി തരുമോ? അതെ, നിനക്കടി തരും, ഉറപ്പായിട്ടും നിനക്കടി തരും. അടി വേണമെന്നുള്ളവർക്ക് എല്ലാവർക്കും തരും. അത് ഒരു സെക്കൻഡ്, ഇവിടെ ക്ലാസ് കഴിയാറായി, എടുത്ത് കളിപ്പിച്ചോണ്ട് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ സമ്മറി എന്ന് പറയുന്നത് എ ലോട്ട് ഓഫ് സോഷ്യൽ ഈവിൾസ് പ്രിവെയിൽഡ് ഇൻ ഇന്ത്യ. അപ്പോ ഈ സാമൂഹികപരമായിട്ട് കുറെ അനാചാരങ്ങളും അല്ലെങ്കിൽ കുറെ മോശമായ കാര്യങ്ങൾ, ഈവിൾസ് എന്ന് പറയുമ്പോൾ അനാചാരങ്ങൾ അല്ലെങ്കിൽ ഈ ദുഷ്ടതകൾ, അതുപോലുള്ള കുറെ കാര്യങ്ങള് ഇന്ത്യയിൽ പ്രിവെയിൽഡ്, അതായത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. രാജാറാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി, ജ്യോതിറാവ് ഫുലെ, സർ സയ്യദ് അഹമ്മദ് ഖാൻ, പണ്ഡിത രമാഭായ് ആൻഡ് സ്വാമി വിവേകാനന്ദ were the leaders of the Indian Renaissance. അപ്പോൾ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് ഇവരൊക്കെ ആയിരുന്നു. ഇത് നമ്മൾ ഫസ്റ്റ് സെഷനിൽ പഠിച്ച കാര്യങ്ങളാണ്. It was after the first war of independence in 1857 that the nationalism began to develop in India. അപ്പോൾ 1857 നമ്മൾ പറഞ്ഞായിരുന്നു, 1857 ആ ഒരു ഫസ്റ്റ് വാർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഈ ഒരു ഇന്ത്യയിൽ ഡെവലപ്മെന്റ് ഉണ്ടായത്. The partition of Bengal was a consequence of the British policy of divide and rule. അപ്പോൾ ഈ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത് അവർ ഇംപ്ലിമെന്റ് ചെയ്ത് ബംഗാളിലായിരുന്നു. എന്തുകൊണ്ട് എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഈ സമ്മറി ഉണ്ടല്ലോ, ഈ സമ്മറി ഓരോ സെന്റൻസും എടുത്തതിന് ശേഷം അതിനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക, സ്വയം എക്സ്പ്ലെയിൻ ചെയ്യുക, എഴുതുക. അപ്പോൾ എ ലോട്ട് ഓഫ് സോഷ്യൽ ഈവിൾ പ്രിവെയിൽഡ് ഇൻ ഇന്ത്യ എന്ന് പറയുകയാണെങ്കിൽ അത് എന്തൊക്കെയായിരുന്നു, എവിടെയൊക്കെയായിരുന്നു, എപ്പോഴൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ച് ടെക്സ്റ്റിൽ നോക്കി പഠിക്കുക. ഇപ്പൊ ഈ സമ്മറി, ഈ പോയിന്റ്സ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമിന് അത് അത്രയും മതി. ഈ വരുന്ന ടെസ്റ്റ് പേപ്പർ എന്ന് മാത്രമല്ല, അടുത്ത എക്സാമിനും ഈ സമ്മറീസ് എല്ലാം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇൻക്ലൂഡിങ് ദ നെയിം ഓഫ് എമിനന്റ് പീപ്പിൾ ആൻഡ് ദ ഇയേഴ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇതെല്ലാം അവർക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് മതിയാവും നിങ്ങളുടെ എക്സാമിനത്തേക്ക്. ഓക്കെ, അപ്പോ കണ്ടോ ഈ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടോ? ഫൈൻഡ് ഔട്ട് that a lot of evil customs prevailed in India, explains the social reform movements led by Rajaram Mohan Roy, Swami Dayananda Saraswati and all those people. അപ്പോൾ ഇത്ര അവരുടെയൊക്കെ മൂവ്മെന്റ്സ് എന്തായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഷോർട്ട് നോട്ട് ആക്കി എഴുതി വെക്കുക, അത് പഠിക്കുക. അതാണ് നിങ്ങളെ മെയിൻ ആയിട്ട് ഇതിൽ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇനി ഇതില് കുറെ രണ്ട് പാർട്ടിയുടെ ഇത് കേട്ടോണ്ടിരിക്കുന്നു. എവിടെയാടാ? എന്റെ വീട്ടിന്റെ രണ്ട് സൈഡിൽ നിന്ന്. നന്നായി എടാ, അവര് ഇപ്പോഴെങ്കിലും അവരൊന്ന് ആക്റ്റീവായിട്ട് വിളിക്കട്ടെ, ഒരു 2 ദിവസം കൂടെ, അത് കഴിഞ്ഞ് അങ്ങ് നിന്നോളൂ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഈ മാച്ച് ദ ഫോളോയിങ് അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. കംപ്ലീറ്റ് ദ ടേബിൾ ഇത് നിങ്ങൾ ചെയ്യണം. അപ്പോൾ മോഡറേറ്റ് നാഷണലിസം ആൻഡ്
എന്തൊക്കെ ഇതിപ്പോ ഈ ഒരു ടേബിളില് ബാലഗംഗാധര തിലകന് എന്തായിരുന്നു, ആഗാ ഖാൻ എന്തായിരുന്നു, ഈ ഹോം റൂൾ മൂവ്മെന്റ് കൊണ്ടുവന്നത് ആര്, അപ്പോൾ എന്നുള്ള ആ ഒരു ഇതിൽ ഈ ടേബിൾസ് ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് നന്നായിട്ട് എഴുതാൻ പറ്റും. പക്ഷെ ഞാൻ നോട്ട് അയക്കും, പക്ഷെ അടുത്ത ടെസ്റ്റ് പേപ്പറും കഴിഞ്ഞ് നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും നോട്ട് അയക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഞാൻ ഒരു നോട്ട് അങ്ങോട്ട് അയക്കുന്നുള്ളൂ. കാര്യം നിങ്ങൾ എന്ത് പഠിച്ചു എന്ന് എനിക്കറിയണമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് മാത്രം കാണാതെ പഠിച്ചിട്ട് ആ ഒരു ഇത് പോയി കഴിഞ്ഞാൽ ഒട്ടും ശരിയാവത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം എഴുതുക, ഇതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം. ഈ ഒരു സമ്മറിയെ മെയിൻ ആയിട്ടും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക, അതിന്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. മനസ്സിലായോ? അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാല് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. ടെസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഫോണിൽ ടൈപ്പ് ചെയ്യുന്നതിന് പ്രശ്നം വല്ലതും ഉണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇല്ല സാർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം എന്ന് പറയുന്നത് ഗൂഗിൾ ഫോമിലായിരിക്കും എക്സാം നടത്തുക കേട്ടോ. അപ്പൊ ടൈപ്പ് ചെയ്യാനായിട്ട് ഞാൻ അതിന്റെ ലിങ്ക് ഇടും. കേട്ടില്ല. അടുത്ത ക്ലാസ്സിൽ IT പരീക്ഷ നടത്തുമല്ലോ സാർ. അതുപോലെ തന്നെ, അതെ അതെ അത് തന്നെ, IT എക്സാം നടത്തിയതുപോലെ അതുപോലെ ആയിരിക്കും എക്സാം നടത്തുക. എന്താ കേട്ടില്ല? നിക്ക് ആരും മിണ്ടരുത്. ഇതിപ്പോ ബ്രഹ്മൻ എന്താ പറഞ്ഞേ? സാർ ഒന്നും കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അതായത് പറഞ്ഞ എത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ ടെസ്റ്റ് പേപ്പർ ഉണ്ട്. ഇത് ഗൂഗിൾ ഫോമിലായിരിക്കും നടത്തുക. അത് നിങ്ങൾ സൂം ക്ലാസ്സിൽ കയറി ഇരുന്നതിന് ശേഷം ഞാൻ ക്വസ്റ്റ്യൻ അയക്കത്തുള്ളൂ. നിങ്ങൾ അപ്പോൾ അത് വെച്ചും കൊണ്ട് എഴുതണം. സൂം ഓപ്പൺ ആക്കി വെച്ചും കൊണ്ട് എഴുതേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ അതിന് പിന്നെ നിങ്ങൾക്ക് ടൈം എന്ന് പറയുന്നത് അല്ലെ ഞാൻ ചിലപ്പോ ഇപ്പൊ വൈകുന്നേരം നടത്തുന്നു എന്ന് വെക്കുക, എക്സാം നടത്തുന്നു എന്ന് വെക്കുക. ഇത് ഇത്ര സമയം ഞാൻ പറയും. അരമണിക്കൂർ ആണെങ്കിൽ അരമണിക്കൂർ പറയും. ആ അരമണിക്കൂർ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് അത് ലിങ്ക് ഓപ്പൺ ആയിരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ലിങ്ക് ഓപ്പൺ ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞ് എഴുതിയില്ല. എന്താടാ SP? ഏതില്? ഈ സൂമിലെ കീബോർഡ്. സൂമില് നമുക്ക് അടുത്ത ഇത് മാസം നമുക്ക് വേറൊരു സിസ്റ്റം കൂടെ സർ ക്ലാസ് കഴിഞ്ഞാ? ക്ലാസ് കഴിയാറായി, ഇപ്പൊ തരും. ഈ ഒരു ഇതൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിയും. അപ്പോ ഇത്രയും കൂടെ അപ്പോ ഇതുണ്ടല്ലോ ആർദ്ര. ഓക്കെ, അപ്പോ ഇതുകൂടെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോ വേറൊന്നുമില്ല, ഇത്ര തന്നെയാണ്.